അസ്സലാമു അലൈക്കും. എൻ്റെ ശബ്ദം കേൾക്കുന്ന മാതാപിതാക്കന്മാർ, സഹോദരന്മാർ, സഹോദരികൾ, കൊച്ചനുജന്മാർ, അനുജത്തിമാർ, എല്ലാവർക്കും ആനന്ദ തീരത്തേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ മുന്നിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് എത്തിയിരിക്കുന്നത് അവസാന കാലം അടുക്കുമ്പോൾ നമ്മിലേക്ക് പ്രത്യക്ഷമാവുന്ന, നമ്മളിലേക്ക് വരാനിരിക്കുന്ന സയ്യിദുന ഇമാം മഹദി എന്നവരെ സംബന്ധിച്ച് യാഥാർത്ഥ്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇത് നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പല ആളുകളും അതൊരു നിസ്സാരമായൊരു കാര്യമാണ് മഹദി ഇമാമിന്റെ വരവ് എന്ന് മനസ്സിലാക്കിയിട്ട് പല ഊഹാപോഹങ്ങളിലും പെട്ടുപോകാറുണ്ട്. അത് മാറ്റണം. ഈ ഇമാം മഹദി മഹാനവറുകളുടെ വിഷയം പറയുകയാണെങ്കിൽ, മഹാനവറുകളുടെ പേരില് വളരെയധികം ഫിത്നകൾ നടന്നിട്ടുണ്ട്, ഇനി നടക്കാനുമുണ്ട്. അപ്പൊ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് സ്വഹീഹായ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് കൺഫ്യൂഷൻസ് നീങ്ങുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ വ്യതിചലിച്ചു പോകാൻ സാധ്യതയുണ്ട്. അവസാനത്തെ 10 അടയാളങ്ങൾ, അവസാനത്തെ അടുത്ത് വരുന്ന ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ അടുത്ത് വരുന്ന 10 അടയാളങ്ങളുടെ കൂട്ടത്തിൽ ഇതെണ്ണിയിട്ടില്ലെങ്കിലും ഏകദേശം 26ഓളം സഹാബിമാര് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസുകൾ, മുത്തവാത്തിറായ ഹദീസുകൾ ഉണ്ടായത് കാരണത്താൽ, സ്വഹീഹായ ഹദീസുകൾ, വ്യക്തമായ ഹദീസുകൾ ഉണ്ടായത് കാരണത്താൽ ഇത് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. അവസാന കാലഘട്ടമാവുമ്പോൾ ഉണ്ടാകുന്ന 10 അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് 10 കാര്യങ്ങൾ, അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന 10 കാര്യങ്ങൾ വ്യക്തമായിട്ടുള്ള ഹദീസിൽ വന്നിട്ടുണ്ട്. ഹദീസ് ഏതാണ്? ഹുദൈഫ ഇബ്നു അസീദ് അൽ-ഗഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന അൻ ഹുദൈഫത്ത് ഇബ്നു അസീദ് അൽ-ഗഫാരി റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനവറുകൾ പറഞ്ഞു, അത്ലഅൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളിലേക്ക് വെളിവായി. വനഹ്നു നതദാക്കറു, ഞങ്ങളപ്പോൾ മുദാക്കറ ചെയ്യുകയായിരുന്നു, ചർച്ച ചെയ്യുകയായിരുന്നു ഈ വിഷയത്തെ സംബന്ധിച്ച്. ഫഖാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, മാ തദാക്കറു, നിങ്ങൾ എന്താണ് മുദാക്കറ ചെയ്യുന്നത്? നിങ്ങൾ ഏത് വിഷയമാണ് ചർച്ച ചെയ്യുന്നത് പരസ്പരം? ഖാലു, അവര് പറഞ്ഞു, നദ്കുറു അസ്സാഅ, ഞങ്ങൾ ഖിയാമത്ത് നാളെ സംബന്ധിച്ചിട്ടാണ് ഞങ്ങൾ വിവരിക്കുന്നത് എന്ന് പറഞ്ഞു. ഖാൽ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഹാ, തീർച്ചയാ ഖിയാമത്ത്, ലൻ തഖൂമ ഹത്താ തറൗ ഖബ്ലഹ അശ്റായാത്ത്, ആ ഖിയാമത്ത് നാൾ ഒരിക്കലും ഉണ്ടാവുകയില്ല അതിന്റെ മുന്നേ 10 അടയാളങ്ങൾ വന്നിട്ടല്ലാതെ, ഉണ്ടായിട്ടല്ലാതെ. ഫദക്കറ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ അതിനെ പറഞ്ഞു. അദ്ദുഖാൻ, ഒന്ന് പുകയാണ്. വദ്ദജ്ജാൽ, മറ്റൊന്ന് ദജ്ജാലിന്റെ വരവാണ്. ദജ്ജാലിന്റെ വരവ് എന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഇതിലൊക്കെ മനസ്സിലാക്കാനുണ്ട്. ഈ ദജ്ജാല് വരുമ്പോൾ ഈ കൂടുതൽ അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന സ്ത്രീകളായിരിക്കും. ഇന്നത്തെ എന്റെ ശബ്ദങ്ങൾ സ്ത്രീകൾ പ്രത്യേകം മനസ്സിലാക്കണം. ഈ അത്ഭുതങ്ങളുടെയും സ്വപ്ന ദർശനങ്ങളുടെയും ഈ കുറെ അത്ഭുതങ്ങളുടെ പിന്നാലെ മണ്ടുന്നവരാണ് സ്ത്രീകൾ. ദജ്ജാല് വരുമ്പോ കുറെ അത്ഭുതങ്ങൾ വരുമ്പോ സ്ത്രീകൾ ആകർഷിക്കപ്പെടുന്ന, നിർബന്ധിത ഘട്ടത്തിലല്ല, സ്ത്രീകൾ ദജ്ജാലിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ട് അങ്ങനെ മണ്ടി പോകുന്ന ദജ്ജാലിന്റെ അടുക്കലേക്ക്. ഏതുവരെ അസറുകളിലൊക്കെ കാണാൻ സാധിക്കും ഈ സ്ത്രീകള് ഇങ്ങനെ ദജ്ജാലിലേക്ക് ആകർഷിക്കപ്പെട്ട് മണ്ടിപ്പോകുന്നത് കാരണത്താല് സ്ത്രീകളെ കയറൊക്കെ ഇട്ടിട്ട് ആളുകള്, അന്നത്തെ സ്വാലിഹ്യങ്ങൾ കെട്ടിയിടുന്നാണ് മണ്ടിപ്പോണേന്. അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കി, ദജ്ജാലിന്റെ ചെറിയ സംഭവം എന്നല്ല, ദജ്ജാല് ഭീകരനാണ് എന്നുള്ളതൊരു വിഷയം ഉണ്ടെങ്കിലും സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകൾ ആകർഷിക്കപ്പെടുന്ന, പേടിച്ചിട്ടല്ലാന്നാ. കുറെ കാര്യങ്ങൾ പഠിക്കാണ്ട്, ഇതൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് അവസരം കിട്ടുകയാണെങ്കിൽ പഠിക്കുക. വദ്ദാബ, പിന്നെ പറ ദജ്ജാൽ കഴിഞ്ഞ വദ്ദാബ, ദാബത്തുൽ അർളി എന്നുള്ള മൃഗം. പിന്നെ വതുലുഅ ശംസി മിൻ മഗ്രിബിഹ, പിന്നെ പടിഞ്ഞാറ് നിന്നുള്ള സൂര്യന്റെ ഉദിക്കല്. പിന്നെ നുസൂല ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇറക്കം. പിന്നെ ഒന്ന് യഅ്ജൂജ് വമഅ്ജൂജ്, യഅ്ജൂജ് മഅ്ജൂജിന്റെ വരവ്. പിന്നെ സലാസ ഖുസൂഫ്,
3 വിഴുങ്ങലുകൾ, ഭൂമിയുടെ വിഴുങ്ങലുകൾ. ഹസ്ഫും ബിൽ മശ്രിഖ്, കിഴക്ക് ഭാഗത്തുള്ള ഭൂമിയുടെ പിളർപ്പ്, ഭൂമിയുടെ പിടുത്തം, വിഴുങ്ങല്. വഹസ്ഫും ബിൽ മഗ്രിബ്, മഗ്രിബ് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഭൂമിയുടെ വിഴുങ്ങല്. വഹസ്ഫും ബി ജസീറത്തിൽ അറബ്, അറബ് ജസീറയിലെ ദ്വീപുകളിൽ, അറേബ്യൻ ദ്വീപുകളിലുള്ള വിഴുങ്ങല്, ഭൂമിയുടെ വിഴുങ്ങല്. വആഖിറു ദാലിക്, അതിന്റെ അവസാനത്ത് നാറ്, ഒരു തീയാണ്. തഖ്റുജു മിനൽ യമൻ, യമനിൽ നിന്നും അത് പുറപ്പെടും. തത്റുദുന്നാസ ഇലാ മഹ്ശരിഹിം, ജനങ്ങളെ മഹ്ശറ വരെ കൊണ്ടെത്തിക്കും. അതായത് അവസാന നാൾ വരെ ഇത് ഉണ്ടാവും. അതിനൊക്കെ വിശദീകരണങ്ങൾ മഹാന്മാർ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പല തവണകളായിട്ട് അള്ളാന്റെ റസൂൽ ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഇത് റവാഹു മുസ്ലിം, സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇത് ഞാൻ ഈ പറഞ്ഞത്. ഈ 10 അടയാളങ്ങളിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും മുത്തവാത്തിറായ ഹദീസുകൾ കൊണ്ട്, സ്വഹീഹായ ഹദീസുകൾ കൊണ്ട് ഇമാം മഹദി റഹ്മത്തുള്ളാഹി അലൈഹി വരുന്നത് ആഗമനം വളരെ വ്യക്തമാണ്, മനസ്സിലാവണം. അത് ഈ ദജ്ജാലിന്റെ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൊട്ട് മുന്നെയാണ് മഹദി ഇമാം വരിക. ഏതുവരെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരും, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമി ഇറങ്ങുമ്പോൾ മഹദി ഇമാം ഉണ്ടാവുന്ന. അപ്പൊ മഹദി ഇമാം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയും, രാവിലെ ഒരു സുബഹി പ്രഭാതത്തിലാണ് ഇറങ്ങുക. അപ്പൊ പറയും മഹദി ഇമാം അവിടെ ഉണ്ടാവും. മഹദി ഇമാം പറയും ഈസാ നബി അലൈഹി സ്വലാമിനോട്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കണം എന്ന് പറയും. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയും, നിങ്ങളിലുള്ള ഇമാം നിങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കും, നിങ്ങളിൽ തന്നെ ഇമാമുകൾ ഉണ്ടല്ലോ, നിങ്ങൾ ഓരോരുത്തർക്കും ഇമാമുകളുണ്ട്. അങ്ങനെ മഹദി ഇമാം എന്നിട്ട് ബാക്കിൽ ഈസാ നബി അലൈഹി സ്വലാം മഅ്മൂമായിക്കൊണ്ട് നിസ്കരിക്കുന്നു. അപ്പൊ മഹദി ഇമാമിന്റെ, അത് സ്വഹീഹായ ഹദീസാണ്, മനസ്സിലാവുന്ന. അപ്പൊ മഹദി ഇമാമിന്റെ മഹത്വം എത്ര ഉണ്ട് എന്ന് മനസ്സിലാക്കിയത്. വെറും 40 വയസ്സാകുമ്പോഴത്തേന് മഹാനവറുകൾ വസ്ഫാത്താവും. ഏകദേശം 30-ന്റെയും 40-ന്റെയും ഇടയിലാവും മൂപ്പര വരവ് എന്നാ. അതുവരെ മറിഞ്ഞിരിക്കും. 30-ന്റെ 40-ന്റെ ഇടയിലാണ് വരിക. മറിഞ്ഞിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷിയാക്കളുടെ വിശ്വാസം പോലല്ല, ഞാൻ പറഞ്ഞു വരുന്നുണ്ട് ആ വിഷയങ്ങളൊക്കെ. അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് തന്നെ. കാരണം എന്താ വെച്ചാല് ഇന്നിപ്പോ ഇവിടെ കുറച്ച് ഷിയാക്കളൊക്കെ കൂടി വരുന്നുണ്ട്. ഏതോ ഒരു എന്താണ് ഷിയാ ത്വരീക്കത്ത്, സർക്കാർ ത്വരീക്കത്തോ എന്തൊക്കെ ത്വരീക്കത്ത്, അതുപോലെ തന്നെ ഷിയാക്കൾ ഇവിടെ കൂടി വരുന്നുണ്ട്. ഷിയാക്കളെ സംബന്ധിച്ച് ഷിയാക്കളുടെ വിശ്വാസം നമ്മളുടെ സുന്നി വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇൻഷാ അല്ലാഹ് ശരിക്കും ഒരു പരമ്പര തന്നെ നടത്തേണ്ടിയുണ്ട്. ജനങ്ങളത് മനസ്സിലാക്കണം, ഈ ഫിത്നകൾ ഒഴിവാവണം. അപ്പൊ ഷിയാക്കളുടെ വിശ്വാസം നമ്മുടെ വിശ്വാസം വ്യത്യാസം ഉണ്ട് ഇതിൽ മഹദി ഇമാമിന്റെ വിഷയത്തിൽ. അപ്പൊ ആ വിഷയങ്ങൾ ശരിക്കും നമ്മൾ ധാരണയിൽ വേണം. അപ്പോ ഈ പിഴച്ച വിശ്വാസങ്ങൾ രക്ഷപ്പെടാൻ സുന്നത്തി ജമാഅത്തിന് വിശ്വസിക്കൽ നിർബന്ധമായ ഒരു കാര്യമാണ്. നിർബന്ധമായ ഒരു കാര്യത്തിനെ പോലെയാണ് ഇമാം മഹദി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ വരവ്. ഇതിൽ വിശ്വസിക്കൽ, അതുകൊണ്ടാണ് ഇത് പ്രത്യേകമായിട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ പെട്ട വിഷയമാണ് മഹദി ഇമാമിന്റെ ഈ വരവൊക്കെ, മനസ്സിലാവുന്നുണ്ടാവും. ഇപ്പോ ഇതില് മനസ്സിലാക്കാനുള്ളത്, അപ്പൊ മഹദി ഇമാമിനെ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. ഈ കാത്തിരിക്കുന്ന നമ്മൾ വഞ്ചിക്കപ്പെടാതിരിക്കും. ഞാൻ വളരെ വൈഡാണ്, ഇത് വളരെ ചുരുക്കിയ രീതിയിൽ ഇൻഷാ അല്ലാഹ് പരിശ്രമിക്കുക ഒറ്റ വീഡിയോയിൽ തന്നെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യേണ്ടി വരും. എന്നാലും ഒറ്റ വീഡിയോയിൽ പറ്റും എന്ന് മനസ്സിലാക്കുന്നു ഇൻഷാ അല്ലാഹ്. വളരെ ചുരുങ്ങിയ രീതിയിൽ ഞാൻ പറയാം, നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവാം. അതായത് ഈ മഹദി ഇമാമിനെ കാത്തിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോ ചില ആളുകൾ ഇപ്പോ ഉണ്ട്, എത്താനായിട്ടുണ്ട്, ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അതിന് പല തെളിവുകളും കുറഞ്ഞുങ്ങാണ്ട് അടുത്ത് എപ്പോഴും പുറപ്പെടാം എന്നുള്ളതിലേക്ക് നിൽക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ മഹദി ഇമാമിനെ കാത്തിരിക്കുന്ന ആളുകള് വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നത്. കാരണം ഈ മഹദി കാണുന്നവരൊക്കെ മഹദിയായിട്ട് വരാണ്. ഇപ്പൊ ഒരു പാർട്ടി വന്നില്ല, എന്താണ് എനിക്ക് പേരെന്നൊക്കെ ശരിക്കും ഓർമ്മയില്ല, എന്താണ് ISSI എന്തോ ഒരു പേര് പറയും, എനിക്ക് ഓർമ്മയില്ല. ആ ഒരു പാർട്ടി വന്നല്ലോ, ഒരു കറുത്ത കൊടിയും കറുത്തതൊക്കെ വെച്ചുങ്ങാണ്ട് മഹദി ഇമാം വരണമാര് വന്നിട്ട് അവരങ്ങനെയൊക്കെ വാദിച്ചു. ജൂതന്മാരുണ്ടാക്കി, ഇസ്രായേൽ ഉണ്ടാക്കി, മനസ്സിലാവുണ്ടോ? അപ്പോ അവരൊന്നാകെ തകർന്ന് തരിപ്പണായി. അപ്പൊ ഇങ്ങനെ പല ഈ കോലത്തിൽ ഇഷ്ടംപോലെ ആളുകൾ വരും. അപ്പൊ അതിൽ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വഞ്ചിക്കപ്പെട്ടവരെ സംബന്ധിച്ച് ആദ്യം ഞാൻ പറഞ്ഞു തരാം. കുറെ ആളുകൾ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. അവർക്കുണ്ടായ അവസാനം എന്താണെന്ന് നിങ്ങൾ അതിന്റെ അവരുടെ അന്ത്യം എങ്ങനെയായിരുന്നു, എത്ര മോശമായിരുന്നു എന്നുള്ളത് വിവരിച്ചുകൊണ്ട് നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കാം. അതാ നല്ലത്, മനസ്സിലാവുണ്ടോ? അപ്പൊ ഈ മഹദി ഇമാമിന്റെ പേരിൽ വഞ്ചിക്കപ്പെടണ്ട. ആരെങ്കിലും വന്നിട്ട് മഹദിയാണെന്ന് പറയുമ്പോൾ ഇപ്പൊ അടുത്ത് നമ്മളെ നാട്ടിൽ കേരളത്തിൽ മഹദിയാന്ന് കുറച്ച് കാലമായിട്ട് വിളിച്ചിട്ട് ആൾക്ക് ഭയങ്കര ആക്സിഡന്റ് ഒക്കെ ആയിട്ട് മോറൊക്കെ വികൃതമായി, അതഞ്ഞ് അടി കിട്ടിയതാണ് വീഡിയോയിലൊക്കെ വന്നിരുന്നു. അങ്ങനെ ഇഷ്ടമുള്ള ഓരോരുത്തരും ഇങ്ങനെ വരും മഹദിയായിട്ടൊക്കെ.
അപ്പൊ അതില് പല ആളുകൾ വരുമ്പോഴേ അതില് വഞ്ചിക്കപ്പെട്ടു പോകരുത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മഹദിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ വിവരിക്കാം. അപ്പൊ ഇതില് 3 കാറ്റഗറിയാണുള്ളത്. ഒന്ന്, മറ്റുള്ളവരിൽ മഹദി ആരോപണം നടത്തിയ ഒരു കൂട്ടരുണ്ട്. അത് സ്വയം മഹദിയാണെന്ന് ആരോപിക്കില്ല, ഇന്നാള് മഹദിയാണ് ഇന്നാള് മഹദിയാണ് എന്ന് പറഞ്ഞിട്ട് മഹദി ആരോപണം നടത്തും. രണ്ടാമത്, സ്വയം മഹദിയായി വാദിച്ച ആളുകൾ, ഞാൻ മഹദിയാണ്, അനൽ മഹദിയു, ഞാനാണ് മഹദിയാന്ന് വാദിച്ച് രംഗപ്രവേശനം വന്ന തൊലിക്കട്ടിയുള്ള ആളുകൾ. മൂന്നാമത്തേത്, പ്രതീകാത്മകമാണ് എന്ന് പ്രതീകാത്മകമായിട്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് നിഷേധിക്കുന്ന ആളുകളാണ്. അത് വളരെ സൂക്ഷിക്കണം. ഈ പ്രതീകാത്മകമാണെന്ന് പറഞ്ഞപ്പോൾ ദജ്ജാൽ ഇറങ്ങണതിനെ സംബന്ധിച്ചും അവർ പറയും അതൊക്കെ ഒരു പ്രതീകാത്മകമായിട്ട് പ്രവാചകൻ പറഞ്ഞതാണ് ദജ്ജാൽ ഇറങ്ങണത്. അത് പറ്റൂല. ഈ പ്രതീകാത്മകമൊന്നുമല്ല. അള്ളാഹുവിന്റെ റസൂൽ വ്യക്തമായിട്ട് ദജ്ജാലിന്റെ വിഷയം ഇന്ന ഗുണങ്ങൾ, ഇന്ന അതിന്റെ ഉപ്പ ഇന്ന ആളാണ്, അല്ലെങ്കിൽ അതിന്റെ ഉമ്മ ഇന്ന ആളാണ്, അത് ഇന്ന ആളാണ്, ഇതിന്റെ വിശേഷണങ്ങൾ ഇന്നതാണെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അത് വരിക തന്നെ ചെയ്യുന്നവർ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അത് സംഭവിക്കുക ചെയ്യും. പ്രതീകാത്മകമായി തട്ടാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാവണ്ട. പിന്നെ എന്താ, മറ്റുള്ളവരുടെ മേൽ മഹദി ആരോപണം നടത്തിയവരുണ്ട്. അതായത് ഇമാം അലിയിൻ റളിയല്ലാഹു അൻഹു. അതായത് അബ്ദുല്ലാഹിബ്നു സബ എന്ന് പറയുന്ന അയാൾ ഒരു ജൂതനാണ്. പക്ഷെ ജൂതന്റെ വേഷം കെട്ടിയിട്ട് കപടവിശ്വാസിയായിട്ട് ആകെ ഫിത്ന ഉണ്ടാക്കിയ ഒരു മനുഷ്യനാണ് അബ്ദുല്ലാഹിബ്നു സബ എന്ന് പറഞ്ഞത്. ഉസ്മാൻ റളിയല്ലാഹു കാലഘട്ടത്തിൽ ഫിത്ന ഉണ്ടാക്കി ഉസ്മാൻ റളിയല്ലാഹുവിനെതിരെ എല്ലാ കൊലപാതകത്തിന്റെ ആസൂത്രണമൊക്കെ ചെയ്തത് ഈ പഹനാണ്. അങ്ങനെ ഇയാളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ മനുഷ്യന് വാദിച്ചു. ഈ അബ്ദുല്ലാഹിബ്നു സബ എന്ത് ചെയ്തു, മഹദിവിയത്ത് എന്ന് പറഞ്ഞാല് അലി റളിയല്ലാഹുവിന്റെ മേലെ ഇത് മഹദിയാണ് എന്ന് വാദിച്ചു. അങ്ങനെ ഇത് ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്, രണ്ട് വിഭാഗമാക്കാൻ വേണ്ടിയിട്ട് അലി റളിയല്ലാഹു മഹദിയാണെന്ന് ആര് ആരോപിച്ചു? ഈ അബ്ദുല്ലാഹിബ്നു സബ ആരോപിച്ചു. അതുപോലെ തന്നെ മറ്റൊരു ആരോപണം ഉണ്ടായത് കാലത്തിൽ കൈസാനിയ മിന ഷിയ വിഭാഗത്തിൽപ്പെട്ട കൈസാനിയ വിഭാഗമുണ്ട്. ഷിയാക്കളിൽ കൈസാനിയ വിഭാഗം. അപ്പോ ആ വിഭാഗം പറഞ്ഞു ഇന്ന മുഹമ്മദ് ബിൻ അൽ ഹനഫിയ ഹുവൽ മഹ്ദി. അതായത് അലി, അത് ഹിജ്റ 81 വഫാത്തായ ഹിജ്റ 81 വഫാത്തായ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിന്റെ ഒരു മകനുണ്ട്. അത് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ സന്താന പരമ്പരയിലല്ല, അലി റളിയല്ലാഹു അൻഹു മറ്റൊരു ഭാര്യയിലുള്ള സൗജത്തുൽ മുതഹറയിലുള്ള ഒരു മകനാണ്. അവരുടെ പേരെന്താണ്? മുഹമ്മദ് ഇബ്നുൽ ഹനഫി എന്നാണ് പേര്. ഈ മുഹമ്മദ് ഇബ്നുൽ ഹനഫി എന്നവര് എന്താണ് ഇമാം മഹദിയാണെന്ന് കൈസാനിയ വിഭാഗക്കാര് ബാധിച്ചിട്ടുണ്ട്. മനസ്സിലാണ്. പിന്നെ അപ്പോ അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഉള്ളത് വാദിച്ചിട്ടുള്ളത്, അത് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു വാദം, അത് അവരിൽ പല വിഭാഗമുണ്ട് ഷിയാക്കളിൽ. അതിൽ ഇപ്പൊ നിലകൊള്ളുന്ന ഒരു വാദം എന്താണെന്ന് വെച്ചാൽ അതും നമ്മളത് വാദമല്ല. നമ്മളുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഇതെന്താന്ന് വെച്ചാൽ മഹാനായ ഫാത്തിമത്ത് ബീവി റളിയല്ലാഹു തആല അൻഹയുടെ സന്താന പരമ്പരയിൽ ഹസൻ റളിയല്ലാഹുവിന്റെ സന്താന പരമ്പരയിലാണ് ആര് വരുന്നത്? ഈ മുഹമ്മദുൽ മഹദി വരുന്നത്. മനസ്സിലാവണ്ട. മുഹമ്മദ് ബിൻ ഹസന, മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്നവരുടെ മകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ പേരാണ്. പക്ഷെ ഇത് റസൂലുള്ള അല്ല. മനസ്സിലാവണ്ട. ഇൻഷാ അല്ലാഹ് ഹദീസിൽ ഞാൻ പറഞ്ഞു തരാം. പക്ഷെ ഈ മഹദി ഇമാമിന്റെ ഉപ്പയുടെ പേര് അബ്ദുല്ല എന്നാണ്. പിന്നെ മഹദി ഇമാമിന്റെ പേര് മുഹമ്മദി എന്നാണ്. എന്നാൽ ഷിയാക്കൾ അങ്ങനല്ല. എന്താണ്? ഇദ്ദാ അഷ്ശിയ ഹുവ അൽ മഹദിയു ഹുവ മുഹമ്മദ് ഇബ്നുൽ ഹസനുൽ അസ്കരി അൽ ഇമാമു الثاني عشر والأخير عند الشيعة الاثنى عشرية. അതായത് ഷിയാക്കളുടെ അവര് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഷിയാക്കൾ എന്ന് പറയുന്നത് ഉണ്ടല്ലോ, നമ്മളെ പോലെ അല്ല ഷിയാക്കളെ നിങ്ങൾ വലിയ വർത്താനം കേട്ടിട്ടൊന്നും ഷിയാക്കളുടെ വിഭാഗത്തിൽ പെടാൻ പോകണ്ടായിരുന്നു. ഷിയാക്കളുടെ മെയിൻ വിഷയം അവർ ഖുലഫായ് റാഷിദീങ്ങളിൽ അലി റളിയല്ലാഹു അൻഹു അല്ലാത്ത മറ്റു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഇവരെയൊക്കെ
വളരെ മോശം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല, അത്രക്ക് മോശമായി ചിത്രീകരിക്കുകയും പറയുകയും, അതുപോലെ തന്നെ മഹദിയായ നമ്മളുടെ ഉമ്മുൽ മുഅ്മിനീങ്ങളുടെ ഉമ്മയായ ആയിഷത്ത് ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മേൽ വളരെ മോശമായ ആരോപണമൊക്കെ ആരോപിക്കുന്ന, അത്ര മോശമായി ചിത്രീകരിക്കുകയും ആരോപിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ്. പല സഹാബികളെ സംബന്ധിച്ചും വളരെ മോശമായിട്ടാണ് ഇവരെന്ത് ചെയ്യുക, ഈ ഷിയാക്കൾ വിവരിക്കല്, ആരോപിക്കല്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത്രക്ക് മോശമാണ് അവര്. ആ ഷിയാ വിഭാഗത്തിൽ നിന്ന് അവരുടെ വിശ്വാസം, അവരിൽ 12 ഇമാമുമാരുണ്ട്, അവരൊക്കെ മഅസൂമീങ്ങളാണെന്നാണ്. അതൊന്നും നമ്മളെ വിശ്വാസമല്ല. നമ്മൾ അമ്പിയാക്കളും മുർസലീങ്ങൾ മാത്രമേ മഅസൂമീങ്ങൾ, ഔലിയാക്കളൊക്കെ മഹ്ഫൂദീങ്ങളാണ്. ഈ മഹദി ഇമാമ് എന്ന് ഇവർ വാദിക്കുന്ന മുഹമ്മദ് ഇബ്നുൽ ഹസനുൽ അസ്കരി എന്നവര് 255 ഹിജ്റ 255 ഷാബാൻ 15 രാത്രിയിലാണ് ജനിച്ചിട്ടുള്ളത്. അപ്പൊ ജനിച്ചു കഴിഞ്ഞു എന്നാ പറഞ്ഞത്. ഹിജ്റ 255 മഹദി ഇമാമ് ജനിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? അദ്ദേഹം ഇപ്പോള് സമറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു ഗുഹയിൽ അദ്ദേഹം ഒളിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോഴും ഉണ്ട്, കുറെ കാലങ്ങളായിട്ട് ജീവിച്ചിരിപ്പുണ്ട്. ഇനി അദ്ദേഹം അവസാന നാളായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വെളിവാകുമെന്നാണ് ഈ ഷിയാക്കൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത് വിശ്വാസത്തിന് എതിരാണ്, അത് തെറ്റാണ്, അത് കളവാണ്. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിനെ പോലത്തോരൊക്കെ വളരെയധികം അത് കളവാണ് എന്നും അത് വസ്തുനിഷ്ഠമായിട്ട് അവരുദ്ധരിക്കുന്ന ഹദീസുകളൊന്നും ശരിയല്ല എന്നും വസ്തുനിഷ്ഠമായിട്ട് അതിന്റെ അസത്യാവസ്ഥ വ്യക്തമാക്കിയിട്ടുണ്ട് മഹാന്മാർ. മനസ്സിലാവണ്ട? അപ്പൊ അതാണ് അപ്പൊ ഇങ്ങനെയാണ് മറ്റുള്ളവരുടെ മേൽ ബാധിച്ചത്. പിന്നെ ഒരു വിഭാഗം എന്താണുള്ളത്? സ്വയം മഹിദിയായി വന്ന ആളുകളുണ്ട്. സ്വയം മഹിദിയായി വരുന്ന ആളുകൾ. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ സ്വയം മഹിദിയായി വരുന്ന ആളുകളുടെ പേര്, അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവരൊന്നും ചെറിയ ആളുകളല്ല. ചിലരൊക്കെ കവികളാണ്, ചിലരൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരായിരുന്നു, ചിലരൊക്കെ തുരീഖത്തിന്റെ അഖിലുകാർ, പിന്നെ അതിൽ നിന്നും മാറിയിട്ട് സ്വന്തമായിട്ട് ഓരോതുമായിട്ട് വന്നവരാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ചെറിയ ആളുകളല്ലാതെ മനസ്സിലാക്കാറുള്ളത്. ഇത് സ്വന്തമായിട്ടുള്ള ഈ വാദങ്ങൾ സ്വന്തത്തിൽ ഓരോരുത്തർക്കും വരുന്നത് ശ്രദ്ധിക്കണം. ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇബ്ലീസിന്റെ ചതിയിൽ പെടുന്നതാണ്. ഇവർക്കൊക്കെ വന്നുള്ള പ്രശ്നം സ്വപ്നങ്ങളാണ്. സ്വപ്നങ്ങൾ കാണുമ്പോ ഇബ്ലീസ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടാണ്, എന്നിട്ട് പറയാണ് ഇജ്ജ് മഹദിയാണ്, ജിന്നതുമായിരിക്കും ചെയ്യണം. പല അത്ഭുതങ്ങളും സ്വപ്നത്തിൽ കാണിച്ചു. മാത്രല്ല മറ്റുള്ളവർക്കും സ്വപ്നത്തിൽ ഇയാൾ മഹദിയാണെന്നുള്ളത് കാണിച്ചു കൊടുക്കും. അപ്പൊ മറ്റുള്ളവരും സ്വപ്നം കണ്ടിട്ട് ഇയാൾ മഹദിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ബയ്യത്ത് ചെയ്യും, ഇവരെടുത്ത് വന്നെങ്ങാണ്ട്. ഇതാണ് വിഷയം. അപ്പൊ ഈ സ്വപ്നത്തിന്റെ പിന്നിൽ പോണ ആളുകൾ വളരെയധികം ശ്രദ്ധിക്കണം. മനസ്സിലാവുണ്ട? ഇന്ന ആൾക്ക് സ്വപ്നം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ്, ഇന്ന ആൾക്ക് മറ്റത് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ്, എനിക്ക് സ്വപ്നം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരിക്കലും ഇസ്ലാമിൽ അത് പ്രമാണമല്ല. വളരെയധികം ശ്രദ്ധിക്കണം. സ്വപ്നങ്ങളെ സംബന്ധിച്ച് ശരിക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. സംഭവം ഒരു ഹദീസ് ഉണ്ട്. ഏതാണ്? റുയൽ മുഅ്മിനി ജുസ്ഉം മിൻ 46 ജുസ്അൻ മിനൻ നുബുവ. മുഅ്മിനീങ്ങളുടെ സ്വപ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നുബൂവത്തിന്റെ 46 ഭാഗങ്ങളിൽ നിന്നുള്ള ജുസ്ഉകളിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. ശരിയാണ്, മുഅ്മിനീങ്ങളുടെ സ്വപ്നം. ഈ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരാ? ഇതിനെ വിശദീകരിക്കണം. നമ്മൾ ഓരോരുത്തരും സ്വപ്നം കാണും, മറ്റാൾ സ്വപ്നം കണ്ടെന്ന് പറയുമ്പോഴത്തേന് നമ്മളണ്ട് കൊടി പിടിച്ച് ഓടണ്ട. വളരെ ശ്രദ്ധിക്കണം. ഇത് ബുഖാരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് എന്താണ് ഇതിനെ പറ്റിയിട്ട്, ഈ സ്വപ്നത്തിനെ പറ്റിയിട്ട്? നല്ല സ്വപ്നം സ്വാലിഹായ മനുഷ്യനിൽ നിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. കം ടു ദ പോയിന്റ്. വിശ്വാസിയാണ്, പക്ഷെ സ്വാലിഹാവണം. എല്ലാ വിശ്വാസികളും സ്വാലിഹാവുന്നില്ല. സ്വാലിഹിനെ സംബന്ധിച്ച് മഹാന്മാർ പിന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ശരിക്കും ശ്രദ്ധിക്കണം. ഇതിനൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വീണ്ടും വിശദീകരിച്ചത് മഹാന്മാർ വിശദീകരിച്ചത് എങ്ങനെയാണ്? ഏതൊരാള് നിങ്ങളുടെ സ്വപ്നം സത്യമാവണമെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം നിബന്ധനകൾ ഉണ്ടായിരിക്കണം മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇന്നാൽ ഇന്ന നിബന്ധനകളുള്ള ആളുടെ സ്വപ്നമേ സത്യമാവുകയുള്ളൂ. മറ്റത് സത്യമാണെന്ന് ഉറപ്പിക്കാൻ പറ്റൂല, അസത്യവുമാവാം. ഇന്നാൽ ഇന്ന നിബന്ധനകൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ സ്വപ്നത്തിനും നിങ്ങൾക്ക് സത്യാവസ്ഥ കാണാൻ പറ്റുള്ളൂ. ഓരോരുത്തരും അവരാരെ സംബന്ധിച്ച് ചിന്തിക്കാം, മറ്റുള്ളവരെ പറ്റി ഇപ്പൊ വ്യാഖ്യാനിക്കണ്ട. എന്തൊക്കെയാണ് മഹാന്മാര് പറഞ്ഞിട്ടുള്ളത്? ഒന്ന് അസ്വിദ്, സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. തമാശക്ക് പോലും കളവ് പറയാൻ പാടില്ല. സിദ്ഖ് എന്ന് പറഞ്ഞാല്
കളവ് സത്യം പറയാന്ന് മാത്രമല്ല, സുദുഖ് എന്ന് പറഞ്ഞാൽ അയാളെ ചിന്ത സുദുഖായിരിക്കണം, അയാളെ പ്രവർത്തനം സുദുഖായിരിക്കണം, അയാളുടെ സംസാരവും സുദുഖായിരിക്കണം. മൻവിയായ കളവ് പോലും പറയാൻ പാടില്ല, മനസ്സിൽ പോലും കളവിനെ ആഗ്രഹിക്കാൻ പാടില്ല. 2 അക്ലുൽ ഹലാൽ, ഹലാലായ ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, ഉരുള പോലെ ഹറാം കഴിക്കാൻ പാടില്ല. 3 അൽ മുഹാഫള അലൽ അംരി വന്നഹി, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിലും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിലും സൂക്ഷ്മതയുള്ള ആളായിരിക്കണം, കൽപ്പനയിൽ വിരോധം സൂക്ഷിച്ച് ജീവിക്കുന്ന ആളായിരിക്കണം. ശ്രദ്ധിച്ചില്ലേ? ഇതൊക്കെ മനസ്സിലായിക്കോളി. അങ്ങനെ ആയിരിക്കണം. അതിൽ ഒരു വിധത്തിലുള്ള നിഫാഖ് ഉണ്ടാകാൻ പാടില്ല എന്ന് പറയാം. പിന്നെന്താ? വൽ യനം, അയാൾ ഉറങ്ങണം. അല ത്വഹാറത്തിൻ കാമില, പൂർണ്ണമായ ശുദ്ധിയുടെ മേൽ ഉറങ്ങുന്ന ആളായിരിക്കണം. ആ സ്വപ്നം കാണുമ്പോൾ അയാൾ പൂർണ്ണമായ ശുദ്ധിയിലായിരിക്കണം. ഇനി അടുത്തത് പറഞ്ഞ എന്താണെന്നറിയോ? അടുത്തത് അവർ അള്ളാഹുവിനെ എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്നവരായിരിക്കണം എന്ന് മാത്രമല്ല, ഓർത്തിട്ട് അദ്ദേഹത്തിന് കണ്ണ് തുളുമ്പി വരണം. ആ വിധത്തിലുള്ള ഹഷിയത്ത് അല്ലാണ്ട് ഓർമ്മയിൽ ഉണ്ടാവുന്ന ആളായിരിക്കണം. ഇങ്ങനത്തെ ഒരാളാണെങ്കിൽ ആ ആളാണ് ഈ മുഅ്മിൻ എന്ന് പറയുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ മുഅ്മിനിന്റെ സർട്ടിഫിക്കറ്റ് ആർക്കാണ് തന്നിട്ടുള്ളത്? അവര് എന്നർത്ഥം ചുരുക്കം പറഞ്ഞ അല്ലെ, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, അവർ ഹഖായിട്ടും അവർ ഹഖായ മുഅ്മിനീങ്ങളാണെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അവരാണ് ഹിദായത്തുള്ള ആ വിശ്വാസികൾ. ഖുർആൻ സർട്ടിഫിക്കറ്റ് തന്നു. അതൊന്നും അള്ളാഹിന്റെ റസൂൽ മുഅ്മിനീങ്ങൾ സിഫത്ത് വിവരിക്കുക, അതൊക്കെയാണ് വിവരിച്ചത്. അല്ലെ നമ്മൾ പറയണ കെലിമ ചൊല്ലി മുസ്ലിമായി ആ മുസ്ലിം എല്ലാം മുഅ്മിനാണ്, ആ വിധത്തിലുള്ള മുഅ്മിൻ അല്ല ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കും. ഇനി കണ്ട് വിചാരിച്ചാൽ മതി. അപ്പൊ സ്വപ്നം കാണുമ്പോഴത്തിനെടുത്ത് ഓടണ്ട, ഇന്നാള് സ്വപ്നം കണ്ടു. സ്വപ്നം നിങ്ങൾ സ്വയം കാണലല്ല, നിങ്ങളെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് സ്വപ്നം കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവരിങ്ങോട്ട് വിടും ചെയ്യും ഇബ്ലീസ്. അവനോട് പോയിട്ട് പറഞ്ഞാല് ഓനോട് പോയി പറഞ്ഞാല് ഓനെ സ്വപ്നം കണ്ടത് ഇങ്ങനെ തോന്നിപ്പിക്കും. ഓന്റെ അടുത്ത് വന്ന് പറയും, എടോ ഈ മനുഷ്യന്റെ അടുത്ത് വന്ന് പറയും, എടോ ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു, സ്വപ്നം കണ്ടു, ഇങ്ങനെ ആവണം. അപ്പൊ എന്നിട്ട് ഇബ്ലീസ് ഇബന്റെ ഉള്ളിൽ തന്നെ ഇട്ട് കൊടുക്കും, ഇജപ്പൊരു വലിയ കമാലിലെത്തിക്കണം. അതുകൊണ്ട് പലരും സ്വപ്നം, അങ്ങനെ പല വിധത്തിലും പലരും ഇങ്ങനെ സ്വപ്നം കണ്ടിട്ട് നിന്നോട് വന്ന് പറയും, നീയും വിചാരിക്കും അങ്ങനെ. മനസ്സിലാവുന്നു? വേണേ ഇബ്ലീസ് അപ്പുറമുള്ള ഒരു തലയെക്കെട്ടുള്ള ഒരു കത്തീബിന്റെ അടുത്തും പോയിട്ട് പറയും, ആ കത്തീബും പറയും എന്ത്, ജി വലിയ ആളാണ്, അബ്ദാലാണെന്ന് എനിക്ക് സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ മതിയായി. അങ്ങനെ നിന്നോട് ഭയപ്പിക്കും. ഇത് ആണിനും പെണ്ണിനും ചെയ്യും, സ്വപ്നങ്ങളെ പിന്നാലെ പോണവര്. സ്വപ്നത്തിന്റെ ഇതാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ സ്വയം അപ്പം അങ്ങനെ ഓരോന്ന് തോന്നും, വേറെ ആൾക്കാരെ സംബന്ധിച്ച് ഓരോന്ന് തോന്നും, അതിന് പിന്നാലെ പോകും. അയാൾ ഇനി മഹദി അല്ല എന്ന് പറഞ്ഞാൽ, അല്ലല്ല നിങ്ങൾ മഹദി തന്നെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, നിങ്ങൾ വലിയ തന്നെ, ഇത് അയാളും ചീപ്പാക്കും. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു. അപ്പൊ ഒന്നാമത് സ്വയമായിട്ട് മഹദിയായി ബാധിച്ച പലരുണ്ട്. ചില ആളുകൾക്ക് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം. ഒന്ന് ഉബൈദുല്ലാഹിൽ ഖദ്ദാഹ് എന്ന് പറയുന്ന ഒരാൾ, ഇയാൾ ഫാത്തിമിയാണെന്ന് വാദിച്ച ആളാണ്. അതായത് ഞാൻ ഈ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ് എന്ന്. കളവാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ കാന ജദ്ദുഹു യഹൂദിയൻ മിൻ ബൈത്തി മജൂസിയൻ, അങ്ങനെയാണ് കിതാബിലുള്ളത്. കാന ജദ്ദുഹു യഹൂദിയൻ, അയാളുടെ വല്ലിപ്പ യഹൂദിയായിരുന്നു. മിൻ ബൈത്തി മജൂസിയൻ, ഒരു മജൂസിയുടെ വീട്ടിലുള്ള യഹൂദിയായ ആളായിരുന്നു ഇയാളെ വല്യപ്പ. അതായത് ഇയാൾ യഹൂദിയാണ്. എന്നിട്ട് ഈ യഹൂദി ഇത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇയാളെ പേരത് ഉബൈദുല്ലാഹുൽ ഖദ്ദാഹ്. ഇയാള് ഞാൻ ഫാത്തിമാബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് ഞാൻ മഹദിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാദിച്ചു എന്ന് മാത്രമല്ല, എവിടം വരെ എത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരിൽ വിശ്വസിക്കാത്ത ആളൊക്കെ കൊണ്ട് കൊല്ലുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മഹദിയുടെ സിഫത്ത് അതല്ല. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മഹദിയുടെ സിഫത്ത് വലിയ ക്രൂരനായ സുഫിയാനി എന്ന് പറഞ്ഞ അന്നത്തെ കാലഘട്ടത്തിലുള്ള വലിയ ക്രൂരനായ മനുഷ്യർക്ക് പോലും മാപ്പ് കൊടുത്ത ആളാണ്. മനസ്സിലാവുണ്ട? എന്നിട്ട് മറ്റുള്ള ആൾക്കാർക്ക് സഹിക്കാതെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തു എന്നാണ് വിട്ടുകൊടുത്ത ആളാണ്. മനസ്സിലാവുണ്ട? ആളാണ്. അതേ റസൂലുള്ളാഹിന്റെ സ്വഭാവ ശരിയായിട്ടുള്ള മഹദിക്ക് ഉണ്ടാവുക. ഇവര് പറഞ്ഞ മാതിരല്ല. ഇയാൾ എന്താ ചെയ്തത്? ഈ മഹദി എന്താ ചെയ്തത്? അയാളെ വിശ്വസിക്കാത്തവരൊക്കെ കൊന്നൊടുക്കുന്ന പരിപാടിയാണ് ഇയാൾക്ക്. മാത്രല്ല എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. കാബ ഷരീഫാണല്ലോ വലുത്, അവിടെ വന്നിട്ട് അതിന്റെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ കാബ തകർക്കാൻ ശ്രമിച്ചു. കാബ തകർക്കാൻ ശ്രമിച്ചു. മാത്രല്ല ഹജറുൽ അസ്വദ് കട്ടു. അല്ലാത്ത മതിയായി പോയി, കട്ടെടുത്തു. ഹജറുൽ അസ്വദ് മോഷ്ടിച്ചു അയാള്. അത് പിന്നീട് ഈ മഹാന്മാരെ പിടിച്ചെടുത്തു. അത് പിന്നെ ഇങ്ങോട്ട് കിട്ടി. കാരണം അള്ളാന്റെ കാവലിലുള്ളല്ലേ. മനസ്സിലാവുണ്ടാ? മാത്രല്ല അയാള്
ആഫ്രിക്കയിലുള്ള ടുണേഷ്യ എന്ന് പറയും, ഇന്ന് ടുണേഷ്യ എന്ന് പറയുന്ന ഭാഗം, ആഫ്രിക്ക ടുണേഷ്യയിൽ ഒരു പട്ടണം സ്ഥാപിച്ചു. അതിന്റെ പേരന്നെ ഇയാളെ പേര്, ഇയാൾ മഹ്ദിയ എന്നുള്ള വാദം, മഹ്ദിയ, മദീനത്തുൽ മഹ്ദിയ എന്ന് പട്ടണം വരെ അയാളുടെ ഈ മഹ്ദിയ എന്നുള്ള പേരിൽ സ്ഥാപിച്ചു ഇയാൾ. ഇതാണ് ഇപ്പൊ മനസ്സിലായി. ഇനി വേറൊരാള് കേട്ടോ, ഇയാൾ ഹിജ്റ 514 ഈ വരാൻ പോണ ആള്. ആരാണ്? മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ ബർബരി എന്ന് പറഞ്ഞ ആള് 514 ആളാണ്. ഹിജ്റ 514. വളരെ ക്രൂരനായ മനുഷ്യനായിരുന്നു. അയാൾ തന്നെ പരിപാടി, അയാൾ മഹ്ദിയാണെന്ന് പറയണം, മറ്റുള്ളവർ അംഗീകരിക്കണം, അയാളെ വിശ്വസിക്കാത്ത ആൾക്കാരൊക്കെ വധിക്കാൻ എന്താ സ്വപ്നം കാണാണ്, ഇജ്ജ് മഹ്ദിയാണ്, എന്നെ വിശ്വസിക്കാത്തവരൊക്കെ ഇജ്ജ് കൊന്നോളണം. ഇബിലീസ് വന്ന് കാണിച്ചു കൊടുക്കാണ്. ഫിറാവിന് വരെ ഇബിലീസ് ചങ്ങാതിയിരുന്നു എന്നല്ലേ, ഫിറാവിന് വരെ ഇബിലീസ് സ്വപ്നത്തിൽ വന്ന് ശരിക്ക് സ്വപ്നത്തിലാണ് നേരിട്ട് വരെ വന്നിരുന്നു എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. ഒരിക്കൽ ചരിത്രത്തിലുണ്ടല്ലോ, ഒരിക്കൽ സനതുണ്ടോ ഇല്ല എന്നുള്ള വേറെ, അത് നമ്മുടെ അത് ഹസനും സൊഹിയും നോക്കിയിട്ടല്ല, നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതായത് ഒരിക്കൽ ഫിറാവിന് രാത്രി ടൈമിൽ വാതിൽ മുട്ടുന്നു. വാതിൽ മുട്ടുമ്പോ ആരാവിടെ ഈ ആ സമയത്ത് നിന്റെ ഈ വാതിൽ വരെ എത്തണമെങ്കിൽ മറ്റുള്ളവരെ പാറാവുകാരൊക്കെ വെട്ടിച്ചെത്തണമെങ്കിൽ ആരായിരുന്നു? അപ്പൊ ഇബിലീസാന്ന് മനസ്സിലായി. അത് ശരി, സുഹൃത്താണല്ലേ, പേരിന്ന്. എന്തിനാ വന്നാലും പ്രത്യേക കാര്യം പറയാൻ വേണ്ടി വന്നത്. എന്തേ? അല്ല, ഞാൻ എന്റെ കാര്യം ആലോചിച്ച് നോക്കുകയാണ്. ഞാൻ അള്ളാനെ കണ്ട ആളാണ്, പക്ഷെ എനിക്ക് ധൈര്യമല്ല. റബ്ബാണെന്നൊക്കെ വാദിക്കാനുള്ള ധൈര്യം എനിക്കില്ല. പക്ഷെ എന്റെ ഒരു ധൈര്യേ അന റബ്ബുക്കുമ്പോൾ ആലാജു, ഞാൻ വലിയ റബ്ബാണെന്നൊക്കെ വാദിക്കണത് കാര്യപ്പേ ഞാൻ എങ്ങനെ വിചാരിച്ചു വല്ലാത്ത ഒരാളെന്നാണ്. എനിക്ക് പോലും ധൈര്യമില്ലാത്ത കാര്യം പിച്ച് ചെയ്തെന്ന്. അങ്ങനെ ഫിറൗന് എന്നാ ഞാൻ തൗബ ചെയ്യുമാണ്, അപ്പൊ ശരിയാണല്ലേ തൗബ ചെയ്ത് മടങ്ങാന്ന് പറഞ്ഞപ്പോ ഇയാള് പറഞ്ഞത്ര, ഈ ഇബിലീസ് പറഞ്ഞത്, അല്ല അതൊന്നും വേണ്ട, ഞാൻ വെറുതെ ഒരു കാര്യം പറഞ്ഞാണ്, തമാശ പറഞ്ഞുണ്ടോ പോയി എന്ന് പറഞ്ഞ ഇബിലീസേ ചെറിയ സംഭവം ഒന്നല്ല. അങ്ങനെ ഇതാ പരിപാടി. പിന്നെ ഒരാളുണ്ട്, അത് ഇവിടെ കുറഞ്ഞ കാലം മുന്നേ ഉള്ളതാണ്. അതായത് 1935 സെപ്റ്റംബർ 28 സൗദിയിൽ ജനിച്ച ആള്. അയാളെ പേരാണ് മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ ഖഹ്താനി. മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ ഖഹ്താനി എന്ന് പറഞ്ഞ ആള് 1935 സെപ്റ്റംബർ 28 സൗദിയിൽ ജനിച്ച ആളാണ്. ഇയാള് ഇതേപോലെ എന്ത് ചെയ്ത്, ഞാൻ മഹ്ദിയാണ്. അയാളെ പറ്റിയും പറഞ്ഞ ചരിത്രം വായിച്ചു നോക്കിയാൽ അയാൾ സ്വപ്ന ദർശനാണ്. അയാൾക്ക് സ്വപ്നത്തിൽ വന്ന് കാണിക്കപ്പെട്ടതാണ് അയാൾ മഹ്ദിയാണ്, ഇന്നതൊക്കെ ചെയ്യണം. ആരാണെന്ന് അറിയാം, അതാ പറ ചെറിയ ആളെന്നല്ല. ഈ ആള് എന്താ ആള് ചെറിയ ആളല്ല, വലിയ പണ്ഡിതനില്ലേ, ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ്. ഇബ്നു ബാസ് മഹാനവറുകളുടെ വിദ്യ എന്താ പറയാ തിൽമിദത്ത് ശിഷ്യന്മാരിൽപ്പെട്ട ആളാണ്. എന്ത് അടുത്ത കാലത്ത് ജീവിച്ചിരുന്നപ്പോ വഫാത്തായ ഇബ്നു ബാസ്, അവരിൽപ്പെട്ട ആളാണ് ആര്? ഈ പറയുന്ന മനുഷ്യൻ മുഹമ്മദ് അബ്ദുല്ലാഹിൽ ഖഹ്താനി. ആള് മരണപ്പോ അയാള് ഖാലിദ് ബിൻ അബ്ദുൽ അസീസ് രാജാവിന്റെ ഭരണകാലഘട്ടത്തിലാണ് ഫിത്ന ഉണ്ടാക്കിയത്. ഖാലിദ് ബിൻ അബ്ദുൽ അസീസ് രാജാവിന്റെ ഭരണകാലഘട്ടത്താണ് ഇയാൾക്ക് സ്വപ്നക്കായിട്ട് ഫിത്ന ഉണ്ടാക്കി. അങ്ങനെ ഇയാള് ഗവൺമെന്റിനെതിരെ വാദിക്കാൻ തുടങ്ങി. അങ്ങനെ അയാള് കാബം പിടിച്ചെടുക്കാനായിട്ട് ആള് എന്താ പറയാ AK-47 കാര്യം കൊണ്ട് അയാൾ ഇതേമാതിരി സ്വപ്നം കണ്ടിട്ട് കുറെ ആൾക്കാർ അയാള് ഇമാമാണെന്നുള്ള സ്വപ്നം കണ്ടിട്ട് അങ്ങനെ വന്നോര് അങ്ങനെ അയാളായിട്ട് ബയ്യത്ത് ചെയ്തു. അങ്ങനെ അവരൊക്കെ കാബ ഹറം അടക്കി ഭരിക്കാൻ തുടങ്ങി. ഹറമിൽ വന്നും കണ്ട് പ്രശ്നം ഉണ്ടാക്കി. മനസ്സിലാവുണ്ടോ? അവസാനം മക്കയിലെ ഹറമിൽ വെച്ചിട്ട് മനസ്സിലായി. ഹിജ്റ 1400 ഇയാളെ രംഗപ്രവേശനം. ഹറമിൽ വെച്ചിട്ട് ഹിജ്റ ആവുമ്പോ 1400, ഹറമിൽ വെച്ചിട്ട് 1979 നവംബർ 24 വധിക്കപ്പെട്ടു. സംഘടനത്തിൽ കൊന്നുകളഞ്ഞു അയാളെ, ഗവൺമെന്റ് കൊന്നുകളഞ്ഞു ഇയാളെ. 1979 നവംബർ 24, അതായത് ഏകദേശം 1980 ഇയാൾ മരണപ്പെട്ടു. പിന്നെ ഒരാളുണ്ടായിരുന്നു ഖാദിരിയ ത്വരീഖത്തിന്റെ, ആദ്യം ഖാദിരിയ ത്വരീഖത്തിന്റെ വലിയ ആളൊക്കെ സൂഫിയൊക്കെ ആയിട്ട് നടന്നിരുന്നു. പിന്നെ അതിൽ നിന്ന് മാറി. അങ്ങനെ അയാൾക്ക് സ്വപ്നം കണ്ടത് ജി ത്വരീഖത്തും മൊയ്തീൻ ഷെയ്ഖിന്റെ കീഴിലൊന്നും നിൽക്കേണ്ട ആളെന്നല്ല, ജി ഇമാം മഹദിയാണ് എന്ന് സ്വപ്നം കണ്ടു. പേരെന്താ? മുഹമ്മദ് ബിൻ അഹമ്മദ്. ഇയാൾ പിന്നെ ഇതേപോലെ മഹദി ആയിട്ട് വാദിച്ചത് മാത്രമല്ല, അയാളെ അംഗീകരിക്കാത്തവരൊക്കെ കാഫിറാണെന്ന് പറഞ്ഞുകൊണ്ട് മുദ്രകുത്തി. മനസ്സിലാവുക? ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറഞ്ഞ ഖാദിയാനികള്.
ആദ്യം ഈ മിർസ ഗുലാം ഖാദിയാനികളുടെ പ്രവാചകൻ എന്ന് പറയുന്ന അയാൾ ആദ്യം വാദിച്ചത് ഞാൻ മഹദിയാണെന്നാണ്. പിന്നെ പറഞ്ഞു ഞാൻ മഹദി മാത്രമല്ല ഈസയാണെന്നും പറഞ്ഞു, ഈസാ നബി ആണെന്നും പറഞ്ഞു. രണ്ടൊന്നു തന്നെയാണ്, ഞാൻ തന്നെയാണ് അത്. പിന്നെ പറഞ്ഞു ഞാൻ മുഹമ്മദ് നബി ആണെന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അവിടുന്ന് പോയി ഈ മൂന്നും കൂടിയിട്ട് മൂന്നിനെയും ഇത് ചെയ്യുന്ന വേറൊരാളാണെന്ന് പറഞ്ഞു. കാരണം ആൾക്കാരെ കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ ഒക്കെ ഒരു ഖലീഫാണെന്ന് എന്തൊക്കെയോ പറഞ്ഞു കണ്ട് പുതിയ പരിപാടി എടുത്തു. അങ്ങനെയൊക്കെ ഇങ്ങനെ ഇപ്പോഴും ഖാദിയാനികൾ പോകുന്നുണ്ട്. ആളുകൾ ഒരു ചുക്കറിയാതെ അതിലും പോകുന്ന ആൾക്കാരുണ്ട്. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. നെസ്, ഖുർആനിന്റെ നെസ്. ഇനി ഒരു സ്വാലിഹായ മനുഷ്യർക്ക് തന്നെ നേരത്തെ പറഞ്ഞില്ലേ, ഹലാലായ ഭക്ഷണം മാത്രം കഴിക്കും, കളവ് സിദ്ഖുണ്ട്, അംറുൻ നഹിയും വളരെ സൂക്ഷിക്കുന്ന ആളാണ്, എല്ലാം ക്ലിയർ. അങ്ങനത്തെ ഒരു സ്വാലിഹായ മനുഷ്യർക്ക് പോലും സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ സ്വപ്നത്തിനെ പറ്റി വ്യാഖ്യാനം എന്താണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളതെന്ന് അറിയോ? സുന്നത്ത് ജമാഅത്തിന്റെ മഹാന്മാർ പറഞ്ഞിട്ടുള്ളത് ഏത് സ്വപ്നം കണ്ടാലും ശരി, ഇങ്ങനെയുള്ള മുഅ്മിനായ സ്വാലിഹായ മുഅ്മിനായ മനുഷ്യന്റെ സ്വപ്നം തന്നെ ഖുർആനിന്റെയും സ്വഹീഹായ ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ മൂശയിലിട്ടിട്ട് നോക്കണം. ആ അടിസ്ഥാന ആശയത്തിന് എതിരാണെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? ഫഹുവ റദ്ദുൻ, അത് തള്ളിക്കളയണം, അത് സ്വീകരിക്കരുത്. അതാര്? മറ്റുള്ളവരല്ല പറയുന്നത്. മറ്റുള്ളവർ നിങ്ങളത് സ്വീകരിക്കൂല. അതിനൊരു ഫത്വയും കാര്യമൊക്കെ ഉണ്ട്, ഇതിനൊരു അടിസ്ഥാനം ഉണ്ട്. മറ്റുള്ളവർ സ്വീകരിക്കാൻ പാടില്ല, നീ സ്വന്തമായിട്ടും സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. ഇപ്പൊ സ്വാലിഹായ മുഅ്മിനായ ഒരു മനുഷ്യൻ തന്നെ നല്ലൊരു സ്വപ്നം കണ്ടു, ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്? പരിശുദ്ധ ഖുർആനിന്റെയും സ്വഹീഹായ ഹദീസിന്റെയും അടിസ്ഥാനത്തിന് എതിരായി വരുന്നതാണെങ്കിൽ, അതിന്റെ അടിസ്ഥാന ആശയത്തിനെതിരായി വരുന്ന, അതിൻ്റെതായ ബൗണ്ടറിക്ക് ആ ഒരു ഹദ്ദിന് എതിരായി വരുന്ന, അതിന് പുറത്തു പോകുന്ന ആശയമാണ് ഈ സ്വപ്നത്തിൽ നിന്ന് കിട്ടിയെങ്കിൽ അത് സ്വീകരിക്കരുത്, അത് മാറ്റി നിർത്തണം. ഇങ്ങനെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ. മനസ്സിലായിക്കോളൂ. അല്ലാതെ എനിക്ക് ഞാൻ റസൂലുള്ളാഹിനെ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും അങ്ങോട്ട് പറയാൻ നിൽക്കണ്ട. എനിക്ക് ഹറാമ ഹലാലാക്കി തന്നിക്കണ് മനസ്സിലാവണ്ട, അതൊന്നും നടക്കൂല. വളരെ സൂക്ഷിക്കണം ഈ വിഷയത്തിൽ. ഇനി നമുക്ക് നോക്കാം, ഇതൊക്കെയാണ് കള്ളന്മാരുടെ സ്ഥിതി. അപ്പൊ ഇനിയും വാദിക്കാൻ ആരും നിൽക്കണ്ട. അങ്ങനത്തെ ഇത് മഹദിയായി വാദിക്കലല്ല, പലതും വാദിക്കാൻ തോന്നും. നമുക്കിങ്ങനെ ഓരോന്ന് തോന്നും. ഞാനിപ്പോ അബ്ദാലാണ്, ഞാൻ ഔത്താദാണ്, ഞാൻ നുജബാണ്, നുഖബാണ്, ഞാനിപ്പോ കുത്തുബാണ്, ഇങ്ങനൊക്കെ ഓരോന്നിങ്ങനെ വെളിപ്പാടുകൾ വരികയാണ്. അപ്പൊ ഇങ്ങനെ ഓരോന്ന് തോന്നുന്നതിനനുസരിച്ച് പ്രഖ്യാപിക്കുക, എന്നിട്ട് അവരെ ശിഷ്യന്മാരിൽ അത് പ്രചരിപ്പിക്കുക. പിന്നെ ഇബ്ലീസ് അടുത്ത പരിപാടി എടുക്കും, പുതിയ പുതിയ ശരീഅത്ത് ഉണ്ടാക്കാൻ തുടങ്ങും. എന്നിട്ട് പറയും നമുക്ക് വേറെ ശരീഅത്തുണ്ട്. ഏതെങ്കിലും ഒരാളെ കോലത്തിൽ ഇബ്ലീസ് വരും, റസൂലിന്റെ കോലത്തിലല്ല. എന്നിട്ട് ഈ പാവ റസൂലിനെ കണ്ടിട്ടില്ലല്ലോ, വേറെ ആളെ കോലത്തിൽ വരും. എന്നിട്ട് പറയും ഞാൻ റസൂലാണ്, ഭയങ്കര പ്രകാശിക്കുന്ന മുഖത്ത് വരും. എന്നിട്ട് ഇതെന്നെ പിടിച്ചോന്ന് പറയും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. റസൂലിന്റെ കോലത്തിൽ ഇബ്ലീസിന് വരാനൊന്നും പറ്റൂല. വേറെ കോലത്തിൽ വന്നിട്ട് ഞാൻ റസൂലാന്ന് പറയാന് ഇവിടെ ഉള്ള ആൾക്കാരെ പിന്നെ നബിയായി വാദിച്ചവരൊക്കെ എന്താ? ജീവിച്ചിരിക്കുമ്പോ നബിയായി വാദിക്കണില്ലേ? എന്നാ പിന്നെ ഇബ്ലീസിന് ആ വേറെ കോലത്തിൽ നബിയായിട്ട് പറയാൻ പറ്റും? അല്ലാഹു അല്ലാ. അതേതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇമാം മഹദി റഹ്മഹുല്ലാഹ് മഹാനവറുകൾ രംഗപ്രവേശനം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഹദീസിൽ സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. മനസ്സിലാവണ്ട, അത് നമുക്ക് നോക്കാം. ആരാണ് മഹദി? മഹദി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സിഫത്ത് എന്താണ്? എപ്പോഴാണ് ഇമാം മഹദി റഹ്മത്തുള്ളാഹി അലൈഹി രംഗപ്രവേശനം ചെയ്യാൻ? ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏത് സന്ദർഭത്തിലാണ്? ഹദീസിൽ കാണാൻ സാധിക്കും 60ഓളം ദജ്ജാലുകൾ, ഒറിജിനൽ പറയപ്പെട്ട അവസാന നാള് വരുന്ന ദജ്ജാലിന് മുന്നേ ഉള്ള 60ഓളം ദജ്ജാലുകൾ വരുന്നതിന്റെ മുന്നേ മഹദി വരൂലാന്ന് ഹദീസിൽ കാണാം. അതായത് പണ്ഡിതന്മാരുടെ പേരിലും കള്ളശൈഖന്മാരുടെ പേരിലൊക്കെ കുറെ ദജ്ജാലുകൾ ഇവിടെ വരാനുണ്ട്. 60ഓളം ദജ്ജാലുകൾ വരും. അതായത് അവർ പറയല് പണ്ഡിതൻ, അവരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് എന്തെങ്ങനെയാണെന്നറിയോ? ഞാൻ പണ്ഡിതനാണ്, ഞാൻ വലിയാണെന്നൊന്നല്ല വാദിക്കുക, കുത്തുബാണ്, എനിക്ക് വേറെ ശരീഅത്തുണ്ട്, അങ്ങനെയൊന്നല്ല വാദിക്കുക. പിന്നെന്താണ്? ഇദാൻ നുബുവ, അവർ നുബുവത്തിനെ വാദിക്കും. ഓരോ ഈ 60 ദജ്ജാലുകളും പറയല്, ഓരോ ദജ്ജാലും പറയും ഞാൻ നബിയാണെന്ന് പറയും. നേരിട്ടിട്ട് വരുന്നുണ്ട് അള്ളാന്റെ അടുത്തുനിന്ന് എന്ന് പറഞ്ഞു. ആ ശരീഅത്തല്ലാത്ത വേറെ ഒരു ശരീഅത്തിന് അള്ളാന്റെ നേരിട്ട് എന്ന് പറയുമ്പോൾ അള്ളാന്റെ നേരിട്ട് കിട്ടാൻ അപ്പൊ ഇയാൾ നബിയാവണ്ടേ? അല്ലെ ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് വരുന്നുണ്ട്, അടുത്ത് വരുന്നുണ്ട്, അല്ലെ വേറെ ആരെങ്കിലും വരുന്നുണ്ട് എന്ന് പറയാം. അങ്ങനെ 60ഓളം ആൾക്കാർ വരുന്നു. മനസ്സിലാവണ്ട. ഇമാം മഹദി റഹ്മഹുല്ലാഹ് വരുന്നതിന് മുന്നേ വളരെയധികം പ്രയാസങ്ങൾ, ജനങ്ങള് അത്രയധികം പ്രയാസങ്ങൾ ഉള്ള ടൈമിലാണ്
മഹദി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ രംഗപ്രവേശനം നടത്തുക. അതായത് രക്തച്ചൊരിച്ചിലുകളെ കൊണ്ടും അതുപോലെ തന്നെ മർദ്ദനങ്ങളെ കൊണ്ടും പകർച്ചവ്യാധി രോഗങ്ങളെ കൊണ്ടും ക്ഷാമം കൊണ്ട് ദാരിദ്ര്യം കൊണ്ടും ജനങ്ങളാകെ ബുദ്ധിമുട്ടിയടാകെ കുടുങ്ങിയിട്ടുണ്ടാവും. ഇമാം മഹദി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയുന്നത് മരണപ്പെട്ടതിന് ശേഷമുള്ള അർത്ഥത്തിലല്ല. അവിടെ മേൽ അല്ലാഹു റഹ്മ ചെയ്യട്ടെ ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ട് പറയാണ്, അവര് വരുന്നതിന് മുന്നേ റമളാനിന്റെ ആദ്യ പകുതിയിൽ പകലിൽ രാത്രിയിൽ ചന്ദ്രഗ്രഹണവും അവസാനത്തിൽ പകലിൽ സൂര്യഗ്രഹണവും ഉണ്ടാവുന്നു ഹദീസിൽ കാണാൻ സാധിക്കും. ഏതായാലും ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും ഇതേപോലെ വരും റമളാൻ മാസത്തിൽ. അത് മഹദി ഇമാം വരുന്നതിന്റെ ഒരു അടയാളമായിട്ട് ഹദീസിലൊക്കെ കാണാൻ സാധിക്കും. മനസ്സിലാവണ്ട. ഷാമില് ഉപരോധം ഏർപ്പെടുത്തിയ സമയാവും അത്. അതുപോലെ തന്നെ വേറെ പല പ്രതിസന്ധിയിലും ജനങ്ങൾ ഇങ്ങനെ വല്ലാത്ത പ്രയാസങ്ങളിൽ ഉള്ള ടൈമായിരിക്കും അത്. ഒന്ന് രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാവും. ഈ സുഫിയാനി എന്ന് പറഞ്ഞ ഒരാളെ കുഴപ്പം കൊണ്ട് സുഫിയാനി എന്ന് പറയുന്ന ഒരാളുണ്ടാവും ആ കാലഘട്ടത്തിൽ. ആ മനുഷ്യന്റെ ക്രൂരത കാരണത്താല്, രക്തച്ചൊരിച്ചിൽ കാരണത്താല്, അതുപോലെ തന്നെ അയാൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജമാഅത്ത് എല്ലാം ഇല്ലാതാക്കും, നിസ്കാരമൊക്കെ ഇല്ലാതാക്കും, ജുമുഅക്ക് ഇല്ലാതാക്കും, ജമാഅത്തുകളൊക്കെ ഇല്ലാതാക്കും. അതുപോലെ തന്നെ പണ്ഡിതന്മാരെയും സയ്യിദന്മാരെയും ഒക്കെ അയാള് വധിക്കാൻ തുടങ്ങും. ഭക്തന്മാരായിട്ട് കഴിഞ്ഞുകൂടുന്ന സൂഫിയാക്കളെ പോലെ ആളുകളെയും കൊന്നൊടുക്കാൻ പിടിച്ചു കൊല ചെയ്യാത്തരൂടുന്ന പണ്ഡിതന്മാരും സയ്യിദന്മാരൊക്കെ ഉണ്ടെങ്കിൽ കേട്ടിനോടത്തൊക്കെ വെച്ചും കണ്ട് സയ്യിദന്മാരെ കൊല ചെയ്യുന്ന ഒരു അവസ്ഥയും നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ എന്താ പറയാ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ പേര്, അതുപോലെ തന്നെ മക്കളുടെ പേരൊക്കെ ഉള്ള ആളുകളൊക്കെ കൊന്നുവിടും. ഇയാൾ വളരെ ക്രൂരത നിറഞ്ഞ ഇതായിരിക്കും ഭരണമാവും ഇയാൾ കാഴ്ചവെക്കല്. സ്ത്രീകളൊക്കെ സയ്യിദത്താണ്, ഇത് തങ്ങളാണ്, അല്ലെങ്കിൽ ഇയാൾക്ക് എതിരെ നിൽക്കുന്ന കക്ഷിയിൽപ്പെട്ട ആളാണെന്ന ഗർഭിണിയായ സ്ത്രീകളുടെ എന്താ പറയാ ഗർഭസ്ഥ ശിശുവിനെ ജീവനോട് കൂടിയിട്ട് അവരുടെ വയറ് കുത്തിയിട്ട് ശിശുവിനെ പുറത്തെടുക്കുന്നു, ഇവരെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി പറയുന്നു. അത്രയ്ക്ക് ക്രൂരത അയാൾ നടത്തുന്നൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. നല്ലൊരു പാവം മനുഷ്യന് എന്താണ് നഫ്സു സക്കിയ എന്ന് പറയുന്ന ഒരു സയ്യിദായ ഒരു പാവം മനുഷ്യനെ കൊലപാതകം ചെയ്യും. അങ്ങനെ ജനങ്ങൾ ആകെ പ്രയാസപ്പെട്ട് ഇനി ഞങ്ങൾക്കൊരു രക്ഷയില്ല, പ്ലേഗ് പോലുള്ള പകർച്ചവ്യാധി രോഗങ്ങൾ ബാധിച്ചിട്ടുണ്ടാവും. ആ ടൈമില് ജനങ്ങളൊക്കെ ഇനി എന്താണ്, ഞങ്ങൾക്കൊരു രക്ഷയില്ല, ഇനി മഹദിയൊന്നും പ്രതീക്ഷിക്കാനൊന്നും ഇപ്പൊ ഇനി ഇല്ല എന്നുള്ള നിലക്ക് ജനങ്ങൾ ആകെ ആശ മുറിയുന്ന ഒരു രംഗം വരും. ആ രംഗത്താണ് അത്ര മഹദി ഇമാം പ്രത്യക്ഷപ്പെടും. ജനങ്ങൾ ആകെ പ്രയാസപ്പെടും. മനസ്സിലാവുന്ന ഈ സുഫിയാനെ കൊണ്ട് ചെറിയ ഇതൊന്നുമല്ല. അയാള് എല്ലാ ദീനിന് എതിരായിട്ടുള്ള എല്ലാ പേക്കൂത്തുകളും എല്ലാ വേശ്യാവൃത്തികളും എല്ലാം സുലഭമാക്കും അയാൾ. അപ്പൊ അതുകൊണ്ട് ദീനുള്ള ആളുകൾക്ക് അയാൾ അനുസരിക്കാൻ പറ്റൂല, അയാൾ മാറി നിൽക്കും. ചില പണ്ഡിതന്മാര് നേരെ വന്ന് പള്ളിയിൽ നിന്നും കണ്ട് അയാൾക്കെതിരെ പള്ളിയിൽ നിന്ന് പ്രസംഗിച്ചാൽ പള്ളിയിൽ അയാൾ തന്നെ നേരെ പോയി പള്ളിയിൽ കയറിയിട്ട് ഈ ഇമാമിനെ വധിക്കും. അങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ പിടിച്ച് വധിക്കാൻ പറയും. അങ്ങനെയുള്ള ഇയാളുടെ ഈ അനീതിക്കും ഈ ഇതിനും എതിര് നിൽക്കുന്ന ആളുകളുടെ അവർ സ്ത്രീകളെ, കുട്ടികളെ വരെ, ചെറിയ ചെറിയ കുട്ടികളെ വരെ കൊന്നൊടുക്കും. സയ്യിദന്മാരുടെ കുട്ടികളൊക്കെ ഇതിൽ ഇമാം മഹദി വരുമോ എന്ന് വിചാരിച്ചും കണ്ട് അതൊക്കെ കൊന്നൊടുക്കാൻ തുടങ്ങും ഇയാൾ. ആ ടൈമിൽ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു അശരീരി വരും. ആകാശത്ത് നിന്ന് അശരീരി വരും. അലാ ഖദ് ജാഅകുമുൽ ഗൗസ് യാ ഉമ്മത മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിരിച്ചറിയണം, നിങ്ങളിലേക്ക് സഹായം വന്നിരിക്കുന്നു. മുത്തുനബിയുടെ ഉമ്മത്തികളെ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തികളെ, ജനതയെ നിങ്ങൾ സഹായം. ഈ അശരീരി എല്ലാവരുടെയും അല്ലാഹു തആല എല്ലാവരുടെ അടുക്കലേക്ക് കേൾപ്പിക്കുന്നു ഈ അശരീരി. അതോടുകൂടി ഇത് കേട്ടതോടുകൂടി ഷാമിൽ നിന്ന്, അതായത് ഖുറാസാൻ, ഷാമിലുള്ള ഒരു ഭാഗമാണ് ഖുറാസാനിൽ നിന്നും ഔലിയാക്കളും നിരവധി മഹാന്മാരും ഈ മഹദിയെ തേടി പുറപ്പെടും. അത് കിതാബിൽ പറഞ്ഞിട്ടുള്ള എന്താണ്, അബ്ദാലിങ്ങൾ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അബ്ദാലിങ്ങൾ കാബയിലേക്ക് ഈ അബ്ദാലിങ്ങൾ വരുന്ന 12 രാജ്യങ്ങളിൽ നിന്നുള്ള അബ്ദാലിങ്ങൾ കാബയിലേക്ക് പുറപ്പെടാൻ തുടങ്ങും.
12 രാജ്യങ്ങളിൽ നിന്നുള്ള അബ്ദാലിങ്ങൾ കാബയിലേക്ക് പുറപ്പെടും. ഏകദേശം ഖുറാസാനിൽ നിന്നുള്ളവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാൻ സാധിക്കും, ഖുറാസാനിൽ നിന്നുള്ള ഖുറാസാനിൽ നിന്നുള്ള 313ഓളം ആളുകളാണ് മഹ്ദി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിയെ സ്വീകരിക്കാനുണ്ടാവുക എന്നാണ്. മഹ്ദി ഇമാമിനെ അതിനുള്ള എല്ലാവിധമായ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് മഹ്ദി ഇമാമിനെ ഏറ്റെടുത്തുകൊണ്ട് കൊണ്ടുവരല് യഥാർത്ഥത്തിൽ ഖുറാസാനികളാവുന്ന ഷാമിൽ നിന്ന് ഖുറാസാനികൾ. അവര് ഈ മഹ്ദി ഇമാമ് ഈ സന്ദർഭത്തിൽ ഈ മുഴക്കം വരുമല്ലോ, അശരീരി വരുമല്ലോ, ആ സന്ദർഭത്തിൽ എല്ലാവരും പുറപ്പെടും. ഈ ഷാമിൽ നിന്നും 313 ആളുകൾ ഈ മഹാന്മാര് പുറപ്പെടും. അങ്ങനെ ഇവരെ കണ്ടെത്തല് ഷാമിലുള്ള ആളുകളാണ്. മനസ്സിലാവുണ്ടോ? അവര് എവിടെ കണ്ടെത്തുന്നത്? സഫാ പർവ്വതത്തിന്റെ അടുത്തുള്ള ഒരു വീട്ടിൽ നിന്നാണ് ആരെ കണ്ടെത്തുക? മഹ്ദി ഇമാമിനെ കണ്ടെത്തുക. അവിടെ നിന്ന് ഇവരും മഹ്ദി ഇമാമും തമ്മിൽ ചർച്ചകളും കരാറുകളും ഒക്കെ ചെയ്യും. എന്നിട്ട് ഇവരാണ് ഹറമിലേക്ക്, മക്കയിലേക്ക് രംഗപ്രവേശനം നടത്തുക. ആരെ? ഈ ഇമാം മഹ്ദി റഹ്മത്തുള്ളാഹി അലൈഹിയുമായിട്ട് ഈ 313 ആളുകളാണ് എങ്ങോട്ട് വരുന്നത്? ഈ കഅബ ഷരീഫിന്റെ അടുക്കലേക്ക് മഹ്ദിയുമായി വരുന്നത്. അപ്പോലത്തിന് ഈ അബ്ദാലിങ്ങൾ 12 രാജ്യങ്ങളിൽ അബ്ദാലിങ്ങളും അവിടെ എത്തിയിട്ടുണ്ടാവും. 12 പേര് അവിടെ എത്തിയിട്ടുണ്ടാവും. മനസ്സിലാവുണ്ടോ? ആളുകളും എല്ലാവരും തടിച്ചുകൂടുക. കാരണം ഇത് കേട്ടല്ലോ, ഈ അശീഴ് കേട്ട് എല്ലാവരോടെ തടിച്ചുകൂടാൻ തുടങ്ങും. അവിടെ നിന്നാണ് ഈ റുക്ന് യമാനിന്റെയും അതുപോലെ തന്നെ ഇബ്രാഹിം മഖാം ഇബ്രാഹിമിന്റെയും ഇടയിൽ വെച്ചിട്ടാണ് ബൈഅത്ത് നടക്കുക മഹ്ദി ഇമാം റഹ്മത്തുള്ളാഹിയെ സംബന്ധിച്ച്. ഇൻഷാ അല്ലാഹ് ഹദീസുകൾ ഞാൻ പറഞ്ഞു തരാം, മനസ്സിലാവണ്ട. ഈ 313 ആളുകളെ സംബന്ധിച്ച് മഹാനായ ഏത് ആളുകളാവുന്ന അറിയാം? ഇമാം മഹ്ദി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ കൂടെ ഉണ്ടാവല് ചെറിയ ആളുകളൊന്നല്ല. കാരണം ഈ സുഫിയാൻ അത്ര ക്രൂരനാണ്. അയാളുടെ കൂടെ അത്ര അധികം ആളുകൾ ഉണ്ടാവും. ഈ കൂടുന്ന ആളുകൾ ചെറിയ ആളുകളൊന്നല്ല, അത്രക്ക് ധീരന്മാരായിരിക്കുന്ന, എല്ലാവരും വെള്ള വസ്ത്രധാരികളായിരിക്കുന്ന. മഹ്ദി ഇമാമും അങ്ങനെ തന്നെ ആയിരിക്കുന്ന, വെള്ള വസ്ത്രധാരിയായിരിക്കുന്ന. മഹ്ദി ഇമാമിന്റെ വാക്കുണ്ടവരോട്, നിങ്ങൾ ഞാൻ പറഞ്ഞത് പോലെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം ഞാൻ ധരിക്കും, നിങ്ങൾ കിടക്കുന്നിടത്ത് ഞാൻ കിടക്കും, എനിക്ക് കുറഞ്ഞത് കൊണ്ട് ഞാൻ തൃപ്തിപ്പെടും, വലിയ ഭക്ഷണമൊന്നും വേണ്ടി വരില്ല, ഞാൻ കുറഞ്ഞത് കൊണ്ട് തൃപ്തിപ്പെടും, നിങ്ങളെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവും എന്നുള്ള നിലക്കൊക്കെ മഹ്ദി ഇമാം അങ്ങോട്ട് പറയുന്നു. വിനയാന്വിതനായിരിക്കും, നല്ല സൽസ്വഭാവിയായിരിക്കും. മനസ്സിലാവണ്ട? അങ്ങനെ ഇവര് മഹ്ദി ഇമാമിനെ കൊണ്ടുപോകും. അങ്ങനെ കഅബയുടെ വാതിലിനും മഖാം ഇബ്രാഹിമിന്റെയും മധ്യത്തിൽ കഅബയിലേക്ക് നെഞ്ഞു ചേർത്ത് വെച്ചിട്ട് കരയുന്ന ഇമാം മഹ്ദിയെ ആര് കാണും? ഈ 12 അബ്ദാലിങ്ങൾ കാണും. ഈ 313 ആൾക്കാർ കഅബ ഷരീഫിലേക്ക് മഹ്ദി ഇമാം കഅബ ഷരീഫിലേക്ക് ആദ്യമായിട്ട് വരികയാണ്, രക്ഷപ്പെടാണ്. മനസ്സിലാവുണ്ടോ? അങ്ങനെ മഹ്ദി ഇമാം അവിടെ ഇങ്ങനെ കഅബ ഷരീഫിലേക്ക് നെഞ്ഞി ചേർത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ കരയാണ്. ആ കരയുന്ന ടൈമിലാണ് ഇവര് നേരെ പോയിട്ട് ഇദ്ദേഹത്തിന്റെ അടയാളങ്ങളൊക്കെ നോക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അടയാളങ്ങൾ ഇദ്ദേഹത്തിൽ കാണും. ഈ അശരീരി കേട്ടതിനനുസരിച്ച് അവർ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അടയാളങ്ങൾ ഇദ്ദേഹത്തിൽ ഉണ്ടോ എന്ന് നോക്കും. ആ അടയാളങ്ങൾ ഇദ്ദേഹത്തിൽ കാണും. ഏതൊക്കെയാണ് അടയാളങ്ങള്? അൽ അബീ സഈദുൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു ഖാൽ, അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, ഖാല മഹാനവറുകൾ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മഹ്ദിയു മിന്നി, മഹ്ദി എന്നിൽ നിന്നാണ്, അജ്ലൽ ജബ്ഹതി, വിശാലമായ നെറ്റിത്തടമുള്ളവരാണ്, അഖ്നൽ അൻഫി, സൗന്ദര്യമുള്ള മൂക്കുള്ളവരാണ്. അതായത് അഖ്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീണ്ട് അല്പം വളഞ്ഞതാണ് അഖ്ന എന്ന് പറയും. ഐശ്വര്യമുള്ള മൂക്ക് എന്നും പറയാം. യംലഉൽ അർള ഖിസ്തൻ വഅദ്ല, ഭൂമിയിൽ അവർ നീതിയും സമൃദ്ധിയും അവർ നിറക്കും, നീതിയും സമാധാനവും നിറക്കും. കമാ മുലിഅത് ളുൽമൻ വജൗറ, ഏത് പ്രകാരം ഭൂമിയിൽ അക്രമവും അനീതിയും നിറക്കപ്പെട്ടുവോ അപ്രകാരം നീതിയും ആശ്വാസവും അവരെന്ത് ചെയ്യും? അവിടെ നടക്കാൻ തുടങ്ങും. അതായത് മഹ്ദി ഇമാം വരുന്നതിന് മുന്നേ ഭൂമി നിറഞ്ഞിട്ടുണ്ടാവും അക്രമം കൊണ്ടും. അക്രമകാരികൾ കയ്യിക്കുള്ള കാര്യക്കാരൻ എന്നുള്ള നിലക്ക് അക്രമം നിറഞ്ഞൊരു കാലായിരിക്കും.
മനസ്സിലാവണ്ട. അങ്ങനത്തെ കാലഘട്ടത്തിൽ മഹദിയും എന്നിൽ നിന്നും അതായത് എന്റെ കുടുംബത്തിൽ നിന്നും മഹദി ഇമാമ വരും. നല്ല സൗന്ദര്യമുള്ളവരായിരിക്കും. അവരെന്ത് ചെയ്യും? ഭൂമി മുഴുവൻ സമാധാനം നടക്കും. 7 വർഷം അവർ അപ്രകാരം ഭരിക്കും. റവാഹു അബൂദാവൂദ് എന്നവർ റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസാണ്. മറ്റൊരു ഹദീസ് കാണാം. അൻ ഉമ്മു സലമത റളിയല്ലാഹു തആല അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഖാലത്ത്, മഹദി അവர்கள் പറഞ്ഞു, അൽ മഹ്ദിയു മിൻ ഇത്രതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മഹ്ദിയു മിൻ ഇത്രതി മിൻ വലദി ഫാത്തിമ, മഹദി ഇമാം എന്റെ സന്താന പരമ്പരയിൽപ്പെട്ടതാണ്. മനസ്സിലായി? ഇത്രതി എന്റെ സന്താനങ്ങളിൽപ്പെട്ട, മിൻ വലദി ഫാത്തിമ, ഫാത്തിമ ബീവിയുടെ മക്കളിൽ നിന്നാണ്. മനസ്സിലാവണ്ട? ഉൽദി ഫാത്തിമ. റവാഹു ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇനി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖാൽ, അലി റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട്, ഖാൽ അതായത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലുബൈത്തിൽ നിന്നുള്ളവരാണ് മഹദി ഇമാമി എന്നാണ് പറയുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മഹ്ദിയു മിന്നാ അഹ്ലുൽ ബൈത്തി, മഹദി ഞങ്ങളിൽപ്പെട്ടവരാണ്, അഹ്ലുബൈത്തിൽപ്പെട്ടതാണ്. യുസ്ലിഹുല്ലാഹു ഫീ ലൈലത്തിൻ, ഒരൊറ്റ രാത്രി കൊണ്ട് അല്ലാഹു തആല അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കും. അതായത് ഒരൊറ്റ രാത്രി കൊണ്ട് ലോകം മുഴുവനും ഭരിക്കാനുള്ള എല്ലാവിധമായിട്ടുള്ള യോഗ്യതയും ഒരൊറ്റ രാത്രി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹദി ഇമാമിന് ഉണ്ടാക്കി കൊടുക്കുന്ന. മനസ്സിലാവുണ്ട? ലോകം മുഴുവനും ഭരിക്കാനുള്ള അവസ്ഥ ഉണ്ടായി കൊടുക്കുന്ന ഒറ്റ രാത്രി കൊണ്ട് അല്ലാഹു തആലക്ക് പറ്റും. അഹ്മദ് റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, സ്വഹീഹാണ്. മനസ്സിലാവുണ്ട? അതായത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. ഭൂമി 4 പേരാണ്, ഭൂമി ഒന്നിച്ചു മരിച്ചവർ 4 പേരാണ്. അതായത് കുറഞ്ഞ ഭാഗം മരിച്ചവരൊക്കെ ഉണ്ട്, പക്ഷെ ഭൂമി മൊത്തം ഭരിച്ചവർ 4 പേരാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, മുഅ്മിനാനി വ കാഫിറാനി, 2 വിശ്വാസികൾ 2 സത്യനിഷേധികൾ. ഫൽ മുഅ്മിനാനി, അപ്പോൾ വിശ്വാസികളായ ആളുകൾ ആരൊക്കെയാണ്? ദുൽഖർനൈനി വ സുലൈമാൻ, ദുൽഖർനൈനി റഹ്മത്തുള്ളാഹി അലൈഹിം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമാണ്. റസൂൽ പറയാണ് ഇതൊക്കെ. വൽ കാഫിറാനി, സത്യനിഷേധികളായ ആളുകൾ ആരൊക്കെയാണ്? നമ്രൂദും വ ബുഖ്തു നസ്ർ, നമ്രൂദും ബുഖ്തു നസ്റുമാണ്. വസയംലികുഹാ, പിന്നീട് ഇനി ഇതേപോലെ ഭരിക്കും, ഈ ഭൂമി മൊത്തം ഭരിക്കും. ഖാമിസുൻ, 5-മത്തെ ഒരാൾ ഭരിക്കും. മിൻ അഹ്ലി ബൈത്തി, എന്റെ അഹ്ലു ബൈത്തിൽ നിന്നും ഒരാൾ ഭരിക്കും. അതാണ് ഇമാം മഹദി റഹ്മത്തുള്ളാഹി അലൈഹി. മനസ്സിലാവുക? അങ്ങനെയാണ് മഹദി ഇമാം അവസാന കാലാവുമ്പോൾ എന്ത് ചെയ്യും? മഹദി ഇമാം വരും, ഭൂമി മൊത്തം വരും. ആ വിധത്തിലുള്ള ഒരു അവസ്ഥ മഹദി ഇമാമിന് കൊടുക്കുന്ന അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഘടനയും അദ്ദേഹത്തിന്റെ മനസ്സും അദ്ദേഹത്തിന്റെ സൗന്ദര്യവും ഒരൊറ്റ ആൾ എതിരിൽ വരില്ല എന്നാണ്. ഈ കാലഘട്ടത്തിൽ ജൂതന്മാരും ഇവരും അറിയാലോ, പലസ്തീനൊക്കെ ആ കാലഘട്ടത്തിൽ സിറിയയും പലസ്തീനൊക്കെ പ്രയാസപ്പെട്ട ഘട്ടാണ്. ആ ഘട്ടത്തിലാണ് ഈ മഹദി ഇമാം വരുന്നത്. ഒരൊറ്റൊന്നും വരില്ല. എന്തൊക്കെ ആയുധങ്ങൾ അവരെടുത്തുണ്ടാവും? ഒരു ആയുധം നടക്കൂല, ഒരു അനുഭവം പൊട്ടൂല. കാരണം എന്താണ്? വലതുഭാഗത്ത് ജിബ്രീൽ അലൈഹിസ്സലാം. മനസ്സിലാവണ്ട? വലതുഭാഗത്ത് ജിബ്രീൽ അലൈഹിസ്സലാം എന്നാണ്. എന്താണ് അതിന് ഷിമാലില് ഇടതുഭാഗത്ത് മീക്കായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ആയിരിക്കുന്നു. ഭയങ്കര പ്രൊട്ടക്ഷൻ ആയിരിക്കുന്ന ഒരു കുട്ടി അനങ്ങൂല എന്നാ, അനുസരിച്ചു പോകുന്ന. കൂടുതൽ യുദ്ധം ചെയ്യേണ്ടി വരില്ല. മൂപ്പര് യുദ്ധം ചെയ്യണ രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കാതാണ് ഇതൊക്കെ കീഴടക്കലുന്ന. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പൊ സംഭവമാണ്. മനസ്സിലാവണ്ട? മൂപ്പര് എന്താ ചെയ്യണത്? അബൂ സഈദ് റളിയല്ലാഹു അൻഹു നിവേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാൽ പറഞ്ഞു, യഖ്റുജു ഫീ ആഖിരി ഉമ്മത്തി അൽ മഹ്ദിയു, യഖ്റുജു ഫീ ആഖിരി ഉമ്മത്തി, എന്റെ ഉമ്മത്തികൾ അവസാനത്തിൽ മഹ്ദി ഇമാം പുറപ്പെടും. യുസ്ഖീഹില്ലാഹുൽ ഗൈസ, അല്ലാഹു തആല അവർക്ക് മഴ കൊണ്ട് ധാരാളം കുടിപ്പിക്കും. മഴ നല്ലോണം ചുരിഞ്ഞു കൊടുക്കും അല്ലാഹു തആല അദ്ദേഹത്തിന്. നല്ല വെള്ളം കുടിപ്പിക്കും. അതായത് അദ്ദേഹത്തിന് കുടിപ്പിക്കുന്ന പറഞ്ഞാൽ അദ്ദേഹം ഉള്ള സ്ഥലങ്ങളിലുള്ളവർക്കൊക്കെ കുടിപ്പിക്കും. വതഖ്റുജുൽ അർളു നബാതഹാ, അതുപോലെ തന്നെ തുഖ്രിജുൽ അർളു
ഭൂമി പുറപ്പെടുവിക്കും. തുഹരിജുല്ലാർദു നബാതഹ, അതിന്റെ വൃക്ഷങ്ങളും ചെടികളൊക്കെ ഭൂമി പുറപ്പെടുവിക്കാൻ തുടങ്ങും. മൂപ്പര് ചെന്ന് കഴിഞ്ഞാൽ യൂഹത്തുൽ മാല സുഹാഹ, അദ്ദേഹം ജനങ്ങൾക്ക് ശരിയാം വണ്ണത്തിൽ ധനമൊക്കെ കൊടുക്കാൻ തുടങ്ങും. ശരിയാം വണ്ണത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും ഹക്ക് അറിഞ്ഞുകൊണ്ട് ധനം ഇങ്ങനെ കൊടുക്കും, ഇഷ്ടംപോലെ കൊടുക്കുന്ന. കാരണം എന്താ, എല്ലാ പ്രപഞ്ചം മൊത്തം അമേരിക്ക, ലണ്ടനും മിണ്ടനും കുണ്ടനും ഒക്കെ കീഴിലായില്ലേ. മഹദി ഇമാമിന്റെ ധനം കൂതായില്ലേ. എല്ലാ സ്വർണമലകളും എല്ലാം വന്ന് സ്വർണമലകൾക്ക് വേണ്ടി സ്വർണം ഒരു തടാകത്തിൽ നിന്ന് പൊന്തി വരും. മലക്കൾക്ക് അതിനു വേണ്ടി തല്ലൂടുന്ന ടൈമിലാ മഹദിമാമ് വരെ. എല്ലാവരും ഞങ്ങളതാന്ന് വാദിച്ചിട്ട് ഈ സ്വർണമലക്ക് വേണ്ടി തല്ലൂടുന്ന ടൈമിൽ മഹദിമാമ് വരെ. എല്ലാവരും പോവും. മഹദിമാമ് സുഹാഹ, നേരായ മാർഗത്തിൽ എല്ലാവർക്കും വേണ്ട വിധത്തിൽ കൊടുക്കും. മനസ്സിലാവുണ്ടോ? അതുപോലെ തന്നെ കന്നുകാലികളൊക്കെ ഇങ്ങനെ പുറപ്പെടാൻ തുടങ്ങും, ധാരാളം ഉണ്ടാവും. ഉമ്മ, അതുപോലെ തന്നെ നമ്മുടെ സമുദായം റസൂലുള്ളാഹിയുടെ ഉമ്മത്തികള് എന്താവും, ഉമ്മത്ത് വന്ദിക്കപ്പെടും. ഇന്ന് നിന്യത ഉണ്ടല്ലോ, പല ഭാഗത്തും ഉമ്മത്തിന് നിന്യത അനുഭവിക്കേണ്ടത്, അതൊന്നും ഉണ്ടാവില്ല. എല്ലായിടത്തും മുത്തനബിയുടെ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ വല്ലാത്ത സ്വീകരണമായിരിക്കും, അവിടെ ഭയങ്കര അഭിമാനമായിരിക്കും, വന്ദിക്കപ്പെടും. അതായത് അവര് 7 വർഷമോ അല്ലെങ്കിൽ 8 വർഷമോ ജീവിക്കും. അത് ഇത് ഹാക്കിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അപ്പൊ മഹദിമാമ് വന്നിട്ട് ഇവിടെ അക്രമയും കുന്തയും പ്രയാസമൊന്നും ഉണ്ടാവൂല. മനസ്സിലാവുണ്ടോ? നല്ല സുഖമായിരിക്കും. അൻ അബി സലമത്ത ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ അൻ അബീഹി, അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അവരുടെ ഉപ്പയെ തൊട്ട് നിവേദനം ചെയ്യുന്നു. ഖാൽ, അവർ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ഹദീസുകൾ ഓതുമ്പോൾ മക്കളെ നിങ്ങൾക്ക് വിഷമം തോന്നരുത്. ചരിത്രം പറയാൻ ഞാൻ ഇരുന്നതല്ല, ഞാനൊരു സത്യം പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം സത്യങ്ങളാണ് നമ്മളെ മനസ്സിലാവും. ഹദീസ് മുത്തനബിയുടെ വായിൽ നിന്ന് വന്നത് സഹാബാക്കൾ പറഞ്ഞു കേട്ടിരിക്കൽ വല്ലാത്ത പുണ്യാണ്. ഇതിന് ഭയങ്കര പ്രതിഫലം ഉണ്ട്. ഇത് എത്ര സമയം വൈകിയാലും മനസ്സിലാവുണ്ട്. അത് നമ്മളെ ഈമാനാണ്. എന്താണ് പറയണത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? ലയബഅസന്നല്ലാഹു തആല മിൻ ഇത്രതി റജുലൻ, തീർച്ചയായും അല്ലാഹു തആല എന്റെ കുടുംബത്തിൽ നിന്നും ഒരു മനുഷ്യനെ പുറപ്പെടുവിക്കും. അയക്കും, തീർച്ചയായും അയക്കും. അഫറഖസനായ, മുൻപല്ലൊക്കെ പ്രകാശിക്കുന്നവൻ, മുൻപല്ലിങ്ങനെ പ്രകാശിച്ചിരിക്കും. മഹദിമാനെ പറ്റി പറയാണ്. അജ്ലൽ ജബ്ഹ, നെറ്റി ഇങ്ങനെ വിശാലമായിരിക്കും. യംലഉൽ അർള അദ്ല, അദ്ദേഹം ഭൂമി മുഴുവൻ നീതി, എല്ലായിടത്തും നീതിയായിരിക്കും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. കമാ മുലിഅത് ജൗറൻ, ഏതു പ്രകാരം അനീതി ഭൂമി നിറക്കപ്പെട്ട പ്രകാരം, മുന്നേ നിറക്കപ്പെട്ടില്ലേ, അപ്രകാരം നീതിയെ നിറക്കാൻ തുടങ്ങും. അനീതി മക്രമു നിറക്കപ്പെട്ട പ്രകാരം നീതി ഇറക്കാൻ തുടങ്ങും. യുഫീദുൽ മാല ഫൈളാ, ധനം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങും, ഒരു ഒഴുക്ക്. അദ്ദേഹം യുഫീദു, അദ്ദേഹം ഒഴുക്കും, ധനം ഒഴുക്കാൻ തുടങ്ങും, വല്ലാത്ത ഒഴുക്കൊഴുക്കാൻ തുടങ്ങും. എല്ലാവരും സമ്പന്നരും ഐശ്വര്യരായും അല്ലേ. മഹദിമാം പല മഹാന്മാരും അസാലിമാമിനെ പോലെയുള്ള മഹാന്മാർ പറഞ്ഞു, എന്ത് ഒന്ന് ആ മഹദിമാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചാൽ മതിയിരുന്നു. അത്രക്ക് സുഖമുള്ള സുവർണ കാലഘട്ടം ഉമ്മത്തിന് ഉണ്ടായിട്ടില്ല എന്നാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മഹദിമാം വരുന്ന കാലഘട്ടത്തിൽ ആളുകൾ ഭാഗ്യവാന്മാരാണ് എന്നുള്ള നിലക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. കാരണം അങ്ങനത്തെ ഒരു സുഖം എവിടെ ഉണ്ടാവില്ല. യുദ്ധമൊന്നുമില്ല, മൂപ്പരട്ട് പോയാൽ അവിടെ യുദ്ധക്കെട്ട് ക്ലിയർ ആവലാണ്. യുദ്ധം ചെയ്യേണ്ടവർക്ക് തന്നെ യുദ്ധം ചെയ്യുമ്പോ യുദ്ധമൊന്നും അധികം ചെയ്യേണ്ടി വരില്ല. കാരണം മഹദിമാമെ അധികം യുദ്ധം ചെയ്യേണ്ടി വരില്ല. ആ സംഭവം ഞാൻ വരുന്നുണ്ട്, സുഫിയാനിയെ എങ്ങനെ തുരത്തിയെന്നുള്ളത് ആ ചരിത്രമുണ്ട്. അപ്പൊ അറിയാം മഹദിമാമ എങ്ങനെയാണ് ഇതൊക്കെ പിടിച്ചെടുക്കുകയെന്ന്. അതിനും AK-47 ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഫുൾ ട്രൗസറും എന്താണ് പറയാ ഹാഫ് ട്രൗസറും ഒന്നും വേണ്ടി വരില്ല. മനസ്സിലാവണ്ട? ആരായിരിക്കും ഇവര്? അല്ലാഹു അല്ലാഹ്. അബൂദാവൂദ് എന്ന റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തദ്ഹബ് ഔ ലാ തൻഖദി, പോവുകയില്ല, അതല്ലെങ്കിൽ പൂർത്തിയാവുകയില്ല, ദുനിയാവ് പൂർത്തിയാവുകയില്ല, ഹത്താ യംലികൽ അറബ, അറബ് ഭരിക്കുന്ന അറബ്യൻ രാജ്യങ്ങൾ ഭരിക്കുന്നത് വരെ, റജുലൻ, ഒരു പുരുഷൻ, മിൻ അഹ്ലി ബൈത്തി, എന്റെ അഹ്ലു ബൈത്തിൽ നിന്ന്, യുവാതി ഇസ്മുഹു ഇസ്മി, എന്റെ നാമത്തിനോട് അദ്ദേഹത്തിന്റെ നാമം യോജിച്ചു വരും, ഇസ്മു അബീഹി ഇസ്മ അബി, എന്റെ ഉപ്പയുടെ നാമത്തോട്
അവരുടെ ഉപ്പയുടെ നാമം യോജിച്ചു വരും. അതാ പറഞ്ഞത് ഷിയാക്കൾ പറഞ്ഞവരല്ല എന്ന് പറഞ്ഞത്. ഇത് സ്വഹീഹായ ഹദീസാണ്, അബൂദാവൂദാണ്. മനസ്സിലാവുണ്ടോ? റസൂലുള്ളാഹിന്റെ പേരായിരിക്കും മുഹമ്മദ് എന്ന പേര്, സ്വല്ലല്ലാഹു, ഉപ്പയുടെ പേര് അബ്ദുല്ലാഹി എന്ന്. മനസ്സിലാവുണ്ടോ? എന്നിട്ട് റവാഹു ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യാണ്, ഈ ഹദീസുകളൊക്കെ പറയുമ്പോ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ റസൂലുള്ളാഹി അന്നഹു നളറ ഇലൽ ഹസൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ റളിയല്ലാഹു അൻഹു, അതായത് അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു നോക്കിയിട്ട് പറഞ്ഞു, പേരക്കുട്ടിയെ നോക്കി, അന്നഹു നളറ ഇലൽ ഹസൻ, ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്ക് നോക്കിയിട്ട് നബി തങ്ങൾ ഫഖാൽ എന്ന് പറഞ്ഞു സയഖ്റുജു മിൻ സുൽബിഹി, ഇദ്ദേഹത്തിന്റെ മുതുകിൽ നിന്നും പുറപ്പെടും റജുലുൻ, ഒരു മനുഷ്യൻ. ഒരു ഹദീസ് അങ്ങനാണ്. ഇത് റസൂൽ ഹസൻ റളിയല്ലാഹു അൻഹു നോക്കിയിട്ട് അല്ലാഹു റസൂൽ പറയാണ്, ഇദ്ദേഹത്തിന്റെ മുതുകിൽ നിന്നും ഒരു പുരുഷൻ പുറപ്പെടും. യുസമ്മ ബിസ്മി നബിയിക്കും, അദ്ദേഹത്തിന് പേര് വെക്കപ്പെടും, നിങ്ങളുടെ നബിയുടെ പേര് കൊണ്ട് പേര് വെക്കപ്പെടും. യുശ്ബിഹുഹു ഫിൽ ഖുലുഖി, സ്വഭാവത്തിൽ പ്രവാചകരോട് അദ്ദേഹത്തോട് വളരെ സാദൃശ്യമായിരിക്കും. വലാ യുശ്ബിഹുഹു ഫിൽ ഖൽഖി, പ്രകൃതി എന്താ പറയാ, സൃഷ്ടിപ്പില് അദ്ദേഹത്തോട് എന്തില്ല, യോജിപ്പുണ്ടായിരിക്കില്ല, സാമ്യമായിരിക്കുകയില്ല. അതായത് യുശ്ബിഹു എന്ന് പറഞ്ഞാൽ ഈ ആരെ ഹസൻ റളിയല്ലാഹു സ്വഭാവത്തോട് ഈ മകൻ യോജിച്ചതായിരിക്കും. എങ്ങനെയും അർത്ഥം വെക്കാം. ഹസൻ റളിയല്ലാഹുവിന്റെ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ, നിങ്ങളുടെ നബിയുടെ പേര് കൊണ്ട് എന്നിട്ട് ആ നബിയിലേക്കാണ് ഹൂ മടങ്ങുന്നത് എന്നാക്കാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ സൽസ്വഭാവം കൊണ്ട് സ്വഭാവം സിദ്ധിച്ചവരായിരിക്കും. എന്നാലോ ഹൽക്ക് അങ്ങനെയല്ല. വേറെ ഹദീസിൽ ഇസ്രായേലിലുള്ള ശരീരപ്രകൃതി ആയിരിക്കും എന്നൊക്കെ കാണാൻ സാധിക്കും. മനസ്സിലാവണ്ട, അദ്ദേഹത്തിന്റെ സൃഷ്ടിപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ബാഹ്യമായ രൂപം പോലെയല്ല എന്നർത്ഥം. മനസ്സിലാവുണ്ടോ? ഫിൽഹൽ യംലഉൽ അർളു ഖിസ്ത, യംലഉൽ അർള ഖിസ്ത, ഭൂമി അദ്ദേഹം നീതി കൊണ്ട് നിറക്കും. മനസ്സിലാവുണ്ടോ? ഞാൻ ആദ്യം മഹദി ഇമാമിന്റെ എന്താ പറയാ ആ വിശേഷണങ്ങൾ പറയാണ്, എങ്ങനെയാണ് മഹദി ഇമാം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാവണം. നമുക്കൊരു ഇതിലേക്ക് വരേണ്ടതാണ്. നോക്കാം, അലി റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞു നോക്കാം. സുഇല അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു അൻഹു, അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കപ്പെട്ടു. സുഇല അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു അൻഹു അൻ സിഫത്തിൽ മഹദി, മഹദി ഇമാമിന്റെ സിഫത്തിനെ തൊട്ട് സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു. ഖാല, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുവ ശാബുൻ മർബൂഉൻ, അദ്ദേഹം ഒരു ഒത്ത പുരുഷനാണ്. ഹുവ ശാബുൻ, അതൊരു യുവാവാണ് അല്ലെ. ഒരു 30 വയസ്സിലൊക്കെ വരികയാണെങ്കിൽ 30 വയസ്സുള്ള ഒരു യുവാവിന്റെ അവസ്ഥ എന്തായിരിക്കും? മർബൂൻ, ഒത്ത ആളാണ്. അതായത് വല്ലാതെ തടിച്ചിട്ടും അല്ല, വല്ലാതെ നീണ്ടിട്ടും അല്ല, വല്ലാതെ മെലിഞ്ഞിട്ടും അല്ല. മനസ്സിലായോ? ഒത്ത ശരീരം. ഹുവ ശാബുൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി തങ്ങളെ സംബന്ധിച്ച് ഒത്ത ശരീരമാണെന്നാണ് പറയുന്നത്. ഹുവ ശാബുൻ മർബൂൻ ഹസനൽ വുജ്ഹി, നല്ല ഭംഗിയുള്ള മുഖമുള്ള ആളാ, നല്ല സൗന്ദര്യമുള്ള മുഖ. നമ്മളിങ്ങനെ കണ്ടുനോക്കിട്ടാ ഈ ഇമാം മഹദീനെ, എന്താണ് നല്ല ഒത്ത ശരീരം, നമ്മളിങ്ങനെ മനസ്സിൽ കാണുന്നേ. ഹസനൽ വജ്ഹി, സുന്ദര മുഖം. യസീലു ശഅറുഹു അലാ മൻകിബിഹി, അദ്ദേഹത്തിന് മുടി ഇങ്ങനെ നീണ്ടു കിടക്കും. അലാ മൻകിബിഹി, അദ്ദേഹത്തിന് ചുമലിലേക്ക്, അതായത് ചുമലിൽ നിന്നും അപ്പുറമില്ല, ചുമല് വരെ. അപ്പൊ ചുമലിതാണ് കേട്ടോ, ചുമലിതാണ്, ഇതിനെ പുറത്തേക്കല്ലട്ടാ, ഇവിടം വരെ ഇങ്ങനെ. അപ്പൊ മുടി ഇങ്ങനെ വന്നിട്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ടാവുള്ളൂ. യസീലു ശഅറുഹു അലാ മൻകിബിഹി യഗ്ലു നൂറു വജ്ഹിഹി, യഗ്ലു എന്താ പറയാ, യഗ്ലു എന്നാണ് ഉയർന്നിരിക്കും, അതായത് പ്രത്യക്ഷമാവും. നൂറു വജ്ഹി, അദ്ദേഹത്തിന് മുഖത്തിന്റെ പ്രകാശം വെളിവാകും. സവാദ ശഅരിഹി വൽഹിയതിഹി വറഇസിഹി, സവാദ ശഅരി, അദ്ദേഹത്തിന് മുടിയുടെ കറുപ്പിനേക്കാൾ, വൽഹിയതി, അദ്ദേഹത്തിന്റെ താടിയുടെ കറുപ്പിനേക്കാൾ, വറഇസി, അദ്ദേഹത്തിന്റെ തലയുടെ കറുപ്പ്, തലമുടിയും താടിയും നല്ല കറുത്തിട്ടായിരിക്കും. എന്താണ് ഒരു ഹദീസിലുള്ള കസുൽഹിയാന, അതായത് നല്ല കസുൽഹിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിങ്ങിയ താടിയുള്ള ആളായിരിക്കും. അപ്പൊ കറുത്ത അദ്ദേഹത്തിന്റെ താടി, കറുത്ത തലമുടി, ഇതിനേക്കാൾ കറുത്ത തലമുടിയേക്കാളും കറുത്ത താടിയേക്കാളും എന്തുണ്ടാവും? അദ്ദേഹത്തിന് മുഖത്തിന്റെ പ്രകാശം ഇങ്ങനെ ഉയർന്നിരിക്കും, വമ്പ പ്രകാശമായിരിക്കും. എന്ത് രസമായിരിക്കും അല്ലേ? അല്ലാഹു അക്ബർ. ഈ വേറൊരു ഹദീസ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്നെ തൊട്ട് തന്നെ മറ്റൊരു റിവായത്താണ്. എന്താണ് പറയുന്നത്? അന്നൽ മഹ്ദിയ, തീർച്ചയായും മഹ്ദി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി
കഫുൽഹിയത്തി തിങ്ങിയ താടിയുള്ള ആളാണ്. അക്ഹലൽ ഐനൈനി രണ്ട് കണ്ണുകൾ സുർമയിട്ട പോലെ ഉണ്ടാവും. നമ്മളിങ്ങനെ ഭാവിച്ചു നോക്കിട്ടാ, അക്ഹലൽ ഐനൈനി രണ്ട് കണ്ണുകൾ സുർമയിട്ട പോലെ. ബറാഖു സനായ, ബറാഖ് എന്ന് പറയുന്നത് നല്ല പ്രകാശിക്കും, മിന്നൽ പോലെ പ്രകാശിക്കുന്നതിന് ബറാഖ് എന്ന് പറയാം. ബറാഖു സനായ ഈ മുൻപല്ലിടലോ, ഈ മുൻപല്ല് ബറാഖു സനായ മുൻപല്ലുകൾ പ്രകാശിതമായിരിക്കും. ഫി വജ്ഹി ഖാലുൻ അദ്ദേഹത്തിന്റെ ഫി വജ്ഹി ഖാലുൻ അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്നുണ്ടാവും ഒരു 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 എന്താ പറയാ നമ്മളവിടെ പറയും കാക്കാപ്പുള്ളി എന്ന് പറയും, മറു ഉണ്ടാവും. മനസ്സിലായി? കറുത്ത മറുനാണ് ഖാല് എന്ന് പറയും. ഒരു ഹദീസിൽ വന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ വലത് കവിൾത്തടത്തിൽ ആ പ്രകാശിക്കുന്ന മുഖത്തുള്ള പ്രകാശിക്കുന്ന വലത് കവിൾത്തടത്തിൽ ഒരു കറുത്ത പുള്ളി ഉണ്ടാവുന്ന. മനസ്സിലാവുണ്ട? നമ്മൾ ഈ ഭംഗിക്കോട് കുട്ടികൾക്കൊക്കെ പുള്ളി കൊടുക്കൂലേ എന്ന് പറഞ്ഞതുപോലെ ഒരു കറുത്ത പുള്ളി ഉണ്ടാവും. അഖ്ന അജ്ല, അഖ്ന അഖ്ന എന്ന് പറഞ്ഞ സൗന്ദര്യമുള്ള മൂക്ക്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ വളഞ്ഞ് നീണ്ട മൂക്കായിരിക്കും. അജ്ല എന്ന് പറഞ്ഞ ശരിക്കും തലയുടെ ഭാഗം, മുകൾ ഭാഗത്ത് തലയുടെ രണ്ട് ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്ത് നിന്ന് കുറച്ച് ഭാഗത്തേക്ക് മുടി ഉണ്ടാവില്ല. ഏതാണ് അഖ്ന? അങ്ങനെ നല്ല വിശാലമായ നെറ്റിത്തടം. മനസ്സിലാവും? അഖ്ന അജ്ല ഫീ ഖത്ഫിഹി അലാമത്തുൻ ഫീ ഖത്ഫിഹി അദ്ദേഹത്തിന്റെ ചുമലിലുണ്ട് അലാമുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന്റെ ഖത്മുൻ നുബുവത്തിന്റെ അടയാളം പോലെയുള്ള മറ്റൊരു അടയാളം അദ്ദേഹത്തിന്റെ ചുമലിലും ഉണ്ടാവും. ജനങ്ങൾ അതൊക്കെ ഇങ്ങനെ നോക്കും. ഞാൻ നേരത്തെ പറഞ്ഞത് ബയ്യത്ത് ചെയ്യാൻ വരുന്നവര് ഈ അടയാളങ്ങളൊക്കെ ഇങ്ങനെ നോക്കണേ. മനസ്സിലാവും? അങ്ങനെ അദ്ദേഹവുമായി ബയ്യത്ത് ചെയ്യാൻ പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു ഭംഗിയുള്ള മനുഷ്യൻ അല്ലേ! പ്രകാശിക്കുന്ന മുഖത്ത് കാക്കാപ്പുള്ളി പോലെ അവിടത്തെ ഒരു പുള്ളിയും എന്ത് രസമായിരിക്കും, നല്ല ധീരൻ അല്ലേ! അങ്ങനെ അവര് ബയ്യത്ത് ചെയ്യാൻ മൂപ്പര് സമ്മതിക്കുന്നു. മൂപ്പര് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മൂപ്പര് കാണൂല എന്നാണ്. അങ്ങനെ കുറെ ആളുകൾ മൂപ്പര് ഇവരിങ്ങനെ തരാൻ തുടങ്ങി അവര് പറയും ആ മദീനത്തുണ്ട്. അപ്പൊ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്ത് ചെയ്യാൻ മൂപ്പര് പോയിട്ടുണ്ടാവും. അപ്പൊ മദീനത്തേക്ക് ഇവരെല്ലാരും കൂടി പോകും. മദീനത്ത് അവിടെ ചെല്ലുമ്പോ പിന്നെ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാണൂല, വേറെ സ്ഥലത്ത് പോയി. അങ്ങനെ മക്കത്ത് തന്നെ കാണും. മക്കത്ത് കണ്ടിട്ട് പറയും നിങ്ങൾ ഇങ്ങനെ ഒഴിവായാൽ പറ്റൂല, എല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ എല്ലാ അടയാളങ്ങളും നിങ്ങൾ എടുക്കുന്നുണ്ട്. ഇനിയും വൈകിട്ടുണ്ടെങ്കിൽ സുഫിയാനി ഞങ്ങളെ കൊന്നുകളയും, ഞങ്ങളെ പറ്റില്ലാതാക്കി പറയും. സുഫിയാനി ഞങ്ങളെ രക്തച്ചൊരി, ഞങ്ങളെ വിടുന്നില്ല, മുസ്ലിമീങ്ങളെ മൊത്തം നശിപ്പിക്കുകയാണ്. സുഫിയാനെ പിന്തുടരുന്ന അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കലബ് ഗോത്രത്തിലെ ആളുകളായിരിക്കും അതിൽ ഭൂരിഭാഗം ആളുകളും സുഫിയാനെ പിന്തുടരും. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സഹാബാക്കൾ ചോദിച്ചു, കലബ് ഗോത്രത്തിൽ തൗഹീദിന്റെ അഖിലുകാരല്ലേ, അവര് സുഫിയാനെ പിൻപറ്റോ? അവ അള്ളാഹുവിന്റെ റസൂൽ അന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് അതൊന്നും ഉണ്ടാവില്ല. അന്നത്തെ കാലത്ത് അവർ ദുനിയാവിന്റെ പ്രേമികളായിരിക്കും, അവര് നിസ്കരിക്കുക പോലും ഇല്ല എന്ന്. കലബ് ഗോത്രത്തിൽ ആളുകളാണ് അവരുടെ കൂടെ ഉണ്ടായത്. അവര് ഞങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു നന്മ ചെയ്യുന്ന ആരും ഇല്ലാതാവും മുസ്ലിമീങ്ങള്. അത്ര അധികം എന്താ പറയാ ധൂർത്തും എന്താ പറയാ അധാർമികതയും ഇവിടെ വർദ്ധിക്കുമെന്ന് പറഞ്ഞപ്പോ അപ്പോഴാണ് മഹദി ഇമാം ബയ്യത്ത് ചെയ്തു കൊടുക്കുന്നത്. അള്ളാന്റെ ഭാഗത്തു നിന്നുള്ള ഇതിന് പ്രകാരം നിബന്ധനകൾ വെച്ചുകൊണ്ട് അദ്ദേഹം റുക്കുനി യമാനിന്റെയും എന്താ പറയാ ഈ ഇബ്രാഹിം മഖാമിന്റെയും മധ്യയായിക്കൊണ്ട് അവർക്ക് എന്ത് ചെയ്യുന്നു, മഹദി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിന്റെയും ബൈഅത്ത് ചെയ്തു കൊടുക്കും. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ കാണാൻ സാധിക്കും, ഹാക്കിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും. അൻ സൗബാൻ അതിനകത്ത് റിപ്പോർട്ട് ചെയ്ത ഖാല അവര് പറഞ്ഞു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ റഅയ്തുമുർ റായാത്തി സൂദ്, നിങ്ങളെങ്ങാനും കാണുകയാണെങ്കിൽ ആ റായാത്തി സൂദ് കറുത്ത കൊടികൾ കാണുകയാണെങ്കിൽ, ഖറജത്ത് മിൻ ഖിബലി ഖുറാസാൻ, ഖുറാസാൻ ഭാഗത്തു നിന്നും പുറപ്പെട്ടതായ കറുത്ത കൊടികൾ നിങ്ങൾ കാണുകയാണെങ്കിൽ അവരുടെ അടുക്കിലേക്ക് നിങ്ങൾ പോകണം. വലൗ ഹബ്അൻ, നിറങ്ങിയിട്ടാണെങ്കിലും ശരി. ഫഇന്ന ഫീഹാ ഖലീഫത്തുല്ലാഹിൽ മഹ്ദി, തീർച്ചയായും അവരിൽ അള്ളാഹുവിന്റെ ഖലീഫയാ മഹ്ദി ഇമാം ഉണ്ടായിരിക്കും. നിങ്ങള് ഒരു ഹദീസിലുള്ളത് മഞ്ഞിലൂടെ നീ ഇറങ്ങിയിട്ടാണെങ്കിലും നിങ്ങൾ അവിടേക്ക് എത്തണം, ഖുറാസാന്റെ ഭാഗത്തേക്ക് എത്തണം, നിങ്ങൾക്ക് അവരുമായിട്ട് നിങ്ങൾ ബൈഅത്ത് ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ റസൂൽ ഈ അബ്ദാലികള് ഈ ജനങ്ങളെല്ലാവരും അപ്പഴത്തിനോട് ഒരുമിച്ച് കൂടും. ജനങ്ങളെല്ലാം ബൈഅത്ത് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ ഈ മഹാന്മാർ പറയും, അൻതൽ മഹ്ദിയു, നിങ്ങൾ മഹ്ദിയാണോ എന്ന് മഹ്ദി ഇമാമിനോട് ചോദിച്ചാൽ മഹ്ദി ഇമാമും പറയും, അല്ല ഞാൻ മഹ്ദി അല്ല, അനല്ല അൻസാരി, ആ ആശയമുള്ള വാക്കാ പറയും.
ഞാനൊരു നിങ്ങളെ ഉമ്മത്തിനെ സഹായിക്കുന്ന ഒരാൾ മാത്രം. അത്രക്കും എന്താ പറയാ, എളിമത്തരമുള്ള വാക്കായിരിക്കും പറയാ. ആശുറാന്റെ ദിവസം, മുഹറം 10 ദിവസമായിരിക്കും കഅബാലയത്തിൽ വെച്ചിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഭാഗത്ത് വെച്ചിട്ടാണ് എന്താണ് പറയാ, ഈ ജനങ്ങൾക്ക് മഹദി ഇമാമ് ബൈഅത്ത് ചെയ്തു കൊടുക്കുക. മനസ്സിലാവുണ്ടാവും. ഈ 313 പേര് എപ്പോഴും ഈ ജനങ്ങളൊക്കെ ബൈഅത്ത് ചെയ്യുന്ന മുന്നേ തന്നെ ഈ 313 ആൾക്കാർ മൂപ്പരെ കൂടെ ഉണ്ടാവും. ഈ 313 പേര് എപ്പോഴും മൂപ്പരെ കൂടെ ആയിരിക്കും. അവരുള്ള ബൈഅത്ത് അങ്ങനെ മനസ്സിലാവുണ്ടാവും. കിടക്കമ്മലും ഈ ഇങ്ങനത്തെ ഉള്ള മാർദ്ദമുള്ള ഇതിലും കിടക്കാൻ പാടില്ല, മണ്ണ് വിരിപ്പാക്കണം, ഇങ്ങനെയൊക്കെയാണ് അവരുടെ ബൈഅത്ത്. ഈ 313 ആളുകളെ സംബന്ധിച്ച് മഹാന്മാര് വളരെയധികം വിവരിച്ചിട്ടുണ്ട്. അവരെ ഗുണങ്ങള് ഹദീസിൽ നിന്നും ഇസ്തിംബാത്ത് ചെയ്തിട്ട് അവരെ സംബന്ധിച്ച് പറയുന്നത് എന്താണ്, അവർ പകൽ സമയത്ത് അവർ സിംഹങ്ങളെ പോലെ ആയിരിക്കും. ഈ 313 ആളുകൾ, അതായത് യുദ്ധരംഗത്ത് അവർ ധീരന്മാരായിരിക്കും എന്നർത്ഥം. അതേസമയം രാത്രി കാലങ്ങളിൽ അവർ സൂഫി വര്യന്മാരെ പോലെ ആരാധനകളിൽ മുഴുകും എന്ന് മഹാന്മാർ വിവരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ ആരെയും ഭയപ്പെടില്ല, വെള്ള വസ്ത്രങ്ങൾ ധരിച്ചവരായിരിക്കും. ഇവരെ സംബന്ധിച്ച് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവർ താലൂത്ത് രാജ, അതായത് മഹദി ഇമാമിന്റെ കൂടെ എപ്പോഴും സജ്ജരായി നിൽക്കുന്ന 313, ഈ 313 സംബന്ധിച്ച് അലി റളിയല്ലാഹു അൻഹു പറയാണ്, അവർ താലൂത്ത് രാജാവിന്റെ സൈന്യം കണക്കെ 313 പേരായിരിക്കും. കാറ്റിൽ നിന്നിറങ്ങി വന്ന സിംഹങ്ങളെ പോലെയായിരിക്കും അവർ. കാരുരുമ്പിന്റെ കരുത്തായിരിക്കും അവരുടെ ഹൃദയങ്ങൾക്ക്. ഹൃദയം കാരുരുമ്പിന്റെ കരുത്തുള്ള ഹൃദയമായിരിക്കും അവർക്ക്. ഒരു പർവ്വതം അതിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അവർ കരുതിയിട്ടുണ്ടെങ്കിൽ അതവർ നീക്കിയിരിക്കും. എല്ലാവരുടെയും വസ്ത്രങ്ങൾ ഒരുപോലെ ആയിരിക്കും. ഒരു പിതാവിന്റെ മക്കൾ എന്ന പോലെ ഐക്യവും സ്നേഹവും രൂപസാദൃശ്യവും അവർ തമ്മിലുണ്ടാകും. കഅന്നഹും ഉസൂദുൻ ഖറജൂ മിനൽ ഗാബ, കഅന്നഹും ഉസൂദുൻ, അവർ സിംഹങ്ങളെ പോലെയാണ്. ഖറജൂ മിനൽ ഗാബ, കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന സിംഹങ്ങളെ പോലെയുള്ള ആളുകളാണ്. പകലിൽ സിംഹങ്ങൾ, രാത്രിയിൽ സൂഫി വര്യന്മാർ. ഗുരുനാഥന്റെ വസ്ത്രം അവരും ധരിച്ചിരിക്കും. എല്ലാവരും ഒരേ വസ്ത്രം. കണ്ടു കഴിഞ്ഞാൽ ഓരോരുത്തരെയും മഹദി ഇമാമാണെന്ന് തോന്നി പോകുന്ന അർത്ഥം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. നിങ്ങളെ കണ്ട അയാളെ പോലെ തോന്നുന്നുണ്ടല്ലോ, ഇയാളെ കണ്ടപ്പോ അങ്ങോട്ടും ഒരേപോലെ തോന്നും. എല്ലാവരും അതല്ലേ അലി റളിയല്ലാഹു അൻഹു പറയാണ്, എന്താണ്, ഒരു പിതാവിന്റെ മക്കൾ എന്ന പോലെ ഐക്യവും സ്നേഹവും രൂപസാദൃശ്യവും അവർ തമ്മിൽ ഉണ്ടാവുന്നു. കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇന്ന വ്യത്യസ്ത രൂപമാണ്, പക്ഷെ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ തോന്നും അവരെ കണ്ടാലും. മനസ്സിലാവുണ്ടാവും. അങ്ങനെ ഇവർ ഒന്നിച്ചു നിൽക്കും, അങ്ങനെ ബൈഅത്ത് ചെയ്യും മഹദി ഇമാമൻ. അങ്ങനെയാണ്. അങ്ങനെ ഇവരെല്ലാം ഒന്നിച്ചു എന്നറിഞ്ഞാൽ ഞാൻ നിർത്താൻ പോവാണ്. ഇനി കുറച്ചേ ഉള്ളൂ, ആരും ബേജാറാവണ്ട. ഇത് കാരണം ഈ വീഡിയോയിൽ തന്നെ അവസാനിപ്പിക്കണം. നമുക്ക് സുഫിയാൻ എന്തു ചെയ്യും? 30,000 പേരടങ്ങുന്ന സൈന്യത്തെ, ഇത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സംസാരിക്കുന്ന നേരം വൈകണ്ടാച്ചിട്ട് അറബി പറയണില്ല. സുഫിയാന് 30,000 പേരടങ്ങുന്ന സൈന്യത്തെ മക്കയിലേക്ക് അയക്കും. ആർക്കെതിരെ? ഈ ഇമാം മഹദിക്ക് എതിരായിക്കൊണ്ട് 30,000 ആൾക്കാർ. ഇവരാകെ 313, പിന്നെ കുറച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ ഉള്ള ഒരു 12,000 ആൾക്കാർ വേറെ അത്രക്കെ ഉള്ളൂ. എന്നാൽ ഈ സൈന്യം അവിടെ എത്തൂല. മക്കയിലേക്ക് എത്തുന്നതിന് മുന്നേ ബൈദ എന്ന സ്ഥലത്ത് വെച്ച് 2 പേരൊഴിച്ച് ബാക്കി എല്ലാവരും ഭൂമിയിലേക്ക് താഴ്ത്തപ്പെടും. ഭൂമി വിഴുങ്ങും, മൊത്തത്തിൽ വിഴും. 2 ആൾക്കാർ ബാക്കിയാക്കും. കാരണം ഇയാൾ ഇടത്തേക്ക് പോകണ്ടേ. അങ്ങനെ ഈ 2 ആൾക്കാർ പോയിട്ട് എന്ത് ചെയ്യും? സുഫിയാന്റെ അടുത്തേക്ക് പോയി പറയും, നിനക്ക് സംഭവിച്ചു, ഞങ്ങൾക്കാണ്ട് എത്താൻ തന്നെ പറ്റില്ല, അപ്പത്തേക്ക് ഭൂമി വിഴുങ്ങിക്കളഞ്ഞു, ഞങ്ങൾ എന്നെ രക്ഷപ്പെട്ടതാണെന്ന് പറഞ്ഞ് പേടിച്ചിട്ട് പറയും. അതുകൊണ്ടൊന്നും എന്താവൂല, ഇവനക്ക് ഒരു മാറ്റം ഉണ്ടാവൂല. പിന്നീട് ഈ സുഫിയാൻ എന്ത് ചെയ്യും? ഷാമിലേക്ക് തന്നെ നീങ്ങും. അയാൾ അവിടെ നിന്ന് അങ്ങോട്ട് തന്നെ നീങ്ങും. മനസ്സിലാവുണ്ടാവും. സുഫിയാൻ അവിടെ ആണല്ലോ, അപ്പൊ ഇവർ അവിടെ തന്നെ ആയിരിക്കും. അപ്പൊ സുഫിയാനി അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇമാം മഹദിയുടെ നേതൃത്വത്തിൽ എല്ലാവരും കൂടിയിട്ട് 313 സിംഹങ്ങളെ പോലുള്ള ആളുകളും ഇവരെല്ലാവരും കൂടിയിട്ട് ഇവിടേക്ക് പോവാണ്, ഷാമിലേക്ക് സുഫിയാനിനെ തേടി പോവാണ്. അവര് പറയും ഒന്നാകെ സുഫിയാനിന്റെ ആളുകളെ കൂടി സുഫിയാനോട് ഉപയോഗപ്പെടും, ഇജാസ് ഒന്നാകെ ഇളക്കി മറിഞ്ഞിങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയും. കാരണം അവർക്ക് അത്ര. അപ്പൊ പോയി പരിശോധിച്ചു വരാൻ പറയും സുഫിയാൻ. പോയി പരിശോധിച്ചു വരും, അവിടെ എങ്ങനെയുണ്ട് നോക്കി വരും. അങ്ങനെ ഇവര് പോയി നോക്കി അവര് പറയും അതിപ്പോ എന്താ അങ്ങനെ പേടി. അപ്പോൾ അവരെ പേടിയൊക്കെ പോകും. ആകെ കുറച്ച് ആളുകളുള്ളൂ. അവരാണെങ്കിൽ ഒട്ടകത്തിനെ മേക്കുന്ന ആളുകളെ പോലെയുള്ള കുറച്ച് ആളുകളുണ്ട്. വേറെ ആരും അവരിൽ കാണാനൊന്നുമില്ല. അങ്ങനെ ആരോഗ്യമൊന്നുമില്ല അവരിൽ, ആരോഗ്യമൊന്നും കാണാനില്ല. മെലിഞ്ഞവരും മെലിഞ്ഞൊട്ടിയവരും ഒട്ടകത്തിനെ മേച്ച് നടക്കുന്ന ആളുകളെ പോലത്തെ കുറച്ച് ആൾക്കാരുള്ള ആയുധങ്ങളും അവരെടുത്തില്ല. നമ്മളിൽ തന്നെ ആയുധങ്ങളുണ്ടല്ലോ, അവർ സമാധാനിക്കും.
എന്നിട്ട് പറയുന്ന നമുക്ക് യുദ്ധത്തിന് കോപ്പ് കൂട്ടല്ലേ എന്ന് പറയും. സുഫിയാനി പറയും ഞാനില്ല എന്ന് പറയും. ഞാനില്ല എന്ന് പറയും. അങ്ങനെ സുഫിയാനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഒന്നാകാ ഭൂമി വിഴുങ്ങിയില്ലേ മക്കയിലേക്ക് പോയപ്പോ. ഇവര് പറയും നിങ്ങളത് ഭീരുത്വം കാണിക്കണം, നിങ്ങൾ വരി. അല്ല ഞാനില്ല എന്ന് പറയും. അപ്പൊ ഇവര് പിന്നെയും പറയും ഒന്നുമില്ല, നമുക്ക് വളരെയധികം കൂളായിട്ട് ചെയ്യാനുള്ളൂ. എത്ര നരനായാട്ട് നമ്മൾ നടത്തി, എത്ര വലിയ വലിയ വമ്പന്മാരെ നമ്മൾ മുട്ടുകുത്തിച്ച്, പിന്നാണ് ഇപ്പൊ ഇത് എന്നുള്ളൊക്കെ നിലയ്ക്ക്. അങ്ങനെ ഇയാളെ കൂടെ ഇവരൊക്കെ കൂടി നിർബന്ധിച്ചപ്പോ സുഫിയാൻ ഇയാളെ കൂടെ വരും. അങ്ങനെ ഇയാളെ കൂടെ സുഫിയാൻ ഈ ആളുകളൊക്കെ കൂടെ വരും. അങ്ങനെ ഇവരെല്ലാവരും കൂടി എത്രയോ 2 ലക്ഷത്തോളം ഉണ്ടാവും എന്നാ പറയുന്നത്. ഇവരാകെ കുറച്ച് ആൾക്കാർ. ഈ 2 ലക്ഷത്തോളം ആളുകള് അങ്ങനെ ഇമാം മഹദിയുടെ അടുക്കലേക്ക് യുദ്ധത്തിനായിട്ട് പുറപ്പെടും. അങ്ങനെ മൈതാനത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമാം മഹദിയുടെ വലതു ഭാഗത്ത് ജിബ്രീൽ അലൈഹി ഇസ്ലാം ഉണ്ടാവും, ഇടതു ഭാഗത്ത് മീക്കായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാവും. ഇമാം മഹദിക്ക് വലുതോ അതൊന്നും ചെയ്യേണ്ടി വരില്ല. സുഫിയാനി ക്രൂരനായ ഈ മനുഷ്യൻ ഏറ്റവും അന്നത്തെ കാലഘട്ടത്തിൽ അറിയപ്പെട്ട വലിയായ ഒരു മഹാനായ നല്ല സ്വഭാവ വിശേഷണമുള്ള അഹ്ലുൽ ബൈത്തിലുള്ള നഫ്സുസ്സക്കിയ എന്ന് പറയുന്ന ആ മഹാനവറുകളെ കൊന്നതും ചെറിയ ചെറിയ പിഞ്ചു കുട്ടികളെയൊക്കെ കൊന്നൊടുക്കിയതും തീ കുണ്ടാരങ്ങൾ നിർമ്മിച്ചുകൊണ്ട് അതിലേക്ക് ചെറിയ ചെറിയ പൈതൽ കുട്ടികളെ എറിഞ്ഞുകൊണ്ട് കരയിപ്പിച്ചതും അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഭൂമിയും പർവ്വതങ്ങളും വൃക്ഷങ്ങളും പറവകളും എല്ലാം സാക്ഷിയായി ഈ സുഫിയാനിയാണ് യുദ്ധത്തിനായിട്ട് വരുന്നത്. അള്ളാന്റെ ഭാഗത്ത് നിന്ന് സഹായങ്ങൾ ഇറങ്ങി, അള്ളാന്റെ ഇതിന് വന്നു. എന്തുണ്ടായതെന്നറിയോ? സുഫിയാനി യുദ്ധത്തിന് തയ്യാറായോടോട് കൂടിയിട്ട് പറവകൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. ആ ഭൂമിയിലുള്ള പ്രപഞ്ചത്തിലുള്ള പറവകള് പക്ഷികൾ വന്നുകൊണ്ട് ചിറക് കൊണ്ട് അടിക്കാൻ തുടങ്ങി വരെ സൈന്യങ്ങളെ. എന്തിനും ചെയ്യാൻ പറ്റോ? പറവകൾ എന്ത് ചെയ്യാനാ? ചിറകുകളെ കൊണ്ട് അടിക്കാൻ തുടങ്ങി. പർവ്വതങ്ങൾ കല്ലെറിയാൻ തുടങ്ങി. വരാൻ പോകുന്ന സംഭവങ്ങൾ ഹദീസിന്റെ വെളിച്ചത്തിൽ ചരിത്രം പറയുന്നുണ്ട്. പർവ്വതങ്ങൾ വലിയ വലിയ കല്ലുകളുണ്ടല്ലോ, അതെടുത്തും കണ്ട് എറിയാണ്. അങ്ങനെ ഇയാളുടെ സൈന്യങ്ങളൊക്കെ നശിച്ചുപോയി. മഹദി ഇമാമിന് അധികം ചെയ്യേണ്ടിയൊന്നും വന്നിട്ടില്ല, നശിച്ചുപോയി. ഇയാൾ ഗത്യന്തരില്ലാതെ ഓടാൻ തുടങ്ങി. ഓടി ഒരു ഭാഗത്തെ പിന്തുടർന്ന സ്വബാഹ് എന്ന് പറയുന്ന റഹ്മത്തുള്ളാഹി അലൈഹി വരാൻ പോകുന്ന സ്വബാഹ് എന്ന് പറയുന്ന അവരെ പേര് അള്ളാഹുവിന്റെ റഹ്മുണ്ടാവട്ടെ മഹാനവറുകള് പിടികൂടി. ഇവരെ ബേക്കിൽ പോയിട്ട് സുഫിയാനെ പിടികൂടി. ഇമാം മഹദിയുടെ കൂടെ ഉണ്ടായിരുന്ന സ്വബാഹ് എന്നവർ പിടികൂടിയിട്ട് ഇമാം മഹദിയുടെ അടുക്കലേക്ക് കൊണ്ടുവരും. അപ്പോഴത്തേക്കും ഇശാൻസ്കരിക്കണം ഇമാം മഹദി. ഇശാൻസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യും? തൗബ ചെയ്യും. ഇനിയാണൊന്നും ചെയ്യൂല, പൂർണ്ണമായിട്ട് തൗബ ചെയ്ത് മടങ്ങിക്കണ്. നിങ്ങൾ ശത്രുക്കൾക്കെതിരെ ഞാൻ അണിനിരക്കുന്നൊക്കെ പറഞ്ഞു വല്ലാത്തതൊക്കെ. അപ്പൊ ഇമാം മഹദി എന്ത് ചെയ്യും? നല്ല സ്വഭാവിയാണല്ലോ, റസൂലുള്ളാഹിന്റെ മുത്തുനബിയുടെ സ്വഭാവമല്ലേ. റസൂലുള്ള ആർക്കൊക്കെ മാപ്പ് കൊടുത്തു. ഇമാം മഹദി ഇന്ന് ആയിക്കോട്ടെ എന്ന്. പക്ഷെ ആരും സമ്മതിക്കൂല, കൂടെ ഉള്ളവർക്ക് സമ്മതിക്കാൻ പറ്റില്ല. അത്രയും ക്രൂരത. അവര് പറയും ഇമാം അവറുകളെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് അനുവാദം തരണം. അപ്പൊ ഇമാം അവർക്ക് അനുവാദം കൊടുക്കും. ഞാനൊന്നും ചെയ്യാൻ ഇതിൽ തയ്യാറില്ല, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തു, ഞാൻ അനുവാദം തന്നിരിക്കുന്നു. അയാളെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോകുന്നറിയോ? അയാളെ കൊണ്ടുപോയിട്ട് ഒരു തെബിരിയ തടാകമുണ്ട്. തെബിരിയ തടാകത്തിലേക്ക് ശിഖരങ്ങൾ നീണ്ടു കിടക്കുന്ന ഒരു വലിയ വൃക്ഷം ഉണ്ടാവും. അന്ന് ആ വൃക്ഷത്തിന്റെ അടിയിൽ കൊണ്ടിട്ട് മലർത്തി കൊടുത്തു. എന്നിട്ട് ആ ക്രൂരനെ കഴുത്തറുത്ത് കൊന്നതിന്റെ ശേഷം ആ ശിരസ് ഇമാം മഹദി ഇമാമിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരും. മഹദി ഇമാം അതിനെ മറവ് ചെയ്യാൻ പറയും. അങ്ങനെ മറവ് ചെയ്യും. അതിനുശേഷം പിന്നീട് ഞാൻ ചുരുക്കാൻ സമയം കുറേയായി. പിന്നീട് മഹാനവറുകൾ ഡമാസ്കസിലേക്ക് സ്പെയിനിലേക്ക് പോകും. അവിടെ പള്ളികളെല്ലാം ഇയാൾ ആകെ നശിപ്പിച്ചിട്ടുണ്ടാവും. പലരും ജൂതന്മാരും അവരോടൊക്കെ കൂടിയിട്ട് ആ പള്ളികളൊക്കെ വീണ്ടും സജീവാക്കി അതിലൊക്കെ പരിപാലനമൊക്കെ ശരിയാക്കും. അങ്ങനെ ഓരോ രാജ്യങ്ങളിലേക്ക് 7 വർഷം കൊണ്ട് മൊത്തം സമാധാനം. വെറും ദിവസങ്ങളെ കൊണ്ട് ഒരു ദിവസം കൊണ്ട് ഒരു രാഷ്ട്രം വൃത്തിയാക്കും. നമുക്ക് ഒരു ദിവസം കൊണ്ട് ഒരു രാഷ്ട്രം ഫുള്ളായിട്ട് അവിടെ നീതി നടപ്പാക്കി എല്ലാം ക്ലിയറാക്കി. എല്ലാം വല്ലാത്ത കറാമത്ത് തന്നെയാണ്. എല്ലാം ക്ലിയറാക്കി വളരെ ഇതാക്കി അവിടെ സമാധാനം. അങ്ങനെ ഓരോ ദിവസം കൊണ്ട് ഓരോ രാഷ്ട്രം. അങ്ങനെ 7 ദിവസം കൊണ്ട് ഭൂഖണ്ഡങ്ങൾ മൊത്തം ക്ലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടാവും. മനസ്സിലാവുന്ന
അങ്ങനെ പിന്നെ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് പോവും. അവിടെ പോയി കൊണ്ട് കോൺസ്റ്റാന്റിനോപ്പിള് അവിടെ അതും കീഴടക്കും, കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കും. മനസ്സിലാവുണ്ടോ? അത് കഴിഞ്ഞ് പിന്നെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകും, ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കും. അവിടെ ഒന്നും ചെയ്യേണ്ടി വരില്ല, എല്ലാവരും സുക്കൂത്തായിരിക്കും മൂപ്പർ വരുമ്പോഴത്തേക്കും. മനസ്സിലാവും. മൂപ്പർ അവിടെ ഇമാമായിട്ട് നിസ്കരിക്കും, മഹദി ഇമാമ്. മനസ്സിലാവുണ്ടോ? പിന്നെ അപ്പോഴാണ് പിന്നെയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെ അവർക്ക് ഇമാമ. ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യം ഇമാമായിട്ട് നിസ്കരിക്കും, മഹദി ഇമാമായി നിസ്കരിക്കും. അങ്ങനെ ഇമാം മഹദി ഇമാം റളിയല്ലാഹു തആല ഷഹീദായി ആണെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ആ ഷഹാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉന്നതമായ ഷഹാദത്താണ്, അല്ല യുദ്ധത്തിലുള്ള ഷഹാദത്തല്ല. കാരണം ഉമ്മു സലമ റളിയല്ലാഹു തആല ഒരു ഹദീസ് പറഞ്ഞ് ഞാൻ നിർത്താൻ പോവുകയാണ്. ഉമ്മു സലമ റളിയല്ലാഹു പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, ഇമാം മഹദി എന്റെ തിരുച്ചതി അനുസരിച്ച് ജനങ്ങളോട് ഇടപഴകും, സമ്പത്ത് ശരിയായ നീതിയോടുകൂടി എല്ലാവർക്കും വീതിച്ചു കൊടുക്കും. 7 വർഷത്തെ നല്ല ഭരണത്തിന് ശേഷം അദ്ദേഹം വഫാത്താകും. മുസ്ലിങ്ങൾ അവരുടെ മേൽ മയ്യിത്ത് നിസ്കരിക്കും. റവാഹു അബൂ ദാവൂദ്. അപ്പോ അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമ്മളുടെ ഈ സേവനം കബൂലാക്കട്ടെ.